അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയാ വൽ ബാഖിയാതുസ് സ്വാലിഹാതു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ അമലാ. സദഖല്ലാഹുൽ അസീം. നഹ്മദുഹു വ നുസല്ലി അലാ റസൂലിഹിൽ കരീം. അമ്മാ ബഅദ്. ഏറ്റവും സമാദരണീയനായ ഈ സദസ്സിൻ്റെ അധ്യക്ഷനും മദ്രസ ഉമറുൽ ഫാറൂഖിൻ്റെ അധ്യാപകനും സർവോപരി അടുത്ത സുഹൃത്തും ദീനിയായ ഖിദ്മത്തുകളിൽ വലിയ സേവനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട അൻസാഫ് ഉസ്താദ് അവർകൾ, ഏറെ സമാദരണീയനും വിവിധ കഴിവുകൾ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശിഷ്ടമായി അനുഗ്രഹിച്ച, കാണുമ്പോൾ ചെറുപ്പക്കാരനാണെങ്കിലും ഒരുപാട് സേവനങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവസരം നൽകുകയും അതെല്ലാം ഭംഗിയായി നിറവേറ്റുകയും ചെയ്യുന്ന ആദരണീയനായ പ്രിയപ്പെട്ട മിദ്ലാജ് മൗലവി ഉസ്താദ് അവർകൾ, എൻ്റെ മുമ്പിലിരിക്കുന്ന മദ്രസ ഉമറുൽ ഫാറൂഖിലെ ആദരണീയരായ അധ്യാപകരെ, അധ്യാപികമാരെ, ഏറെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, അൽഹംദുലില്ലാഹ് ഇന്ന് ഒരു പേരൻസ് മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മജ്‌ലിസിൽ ഇപ്പോൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. മദ്രസയിലെ പേരൻസ് മീറ്റിംഗ് എന്ന് പറയുമ്പോൾ സ്കൂളിലെ പേരൻസ് മീറ്റിങ്ങുകളിൽ നിന്ന് വ്യത്യസ്തമാണ്. നമ്മളുടെ മക്കളുടെ സ്കൂളുകളിലെ പേരൻസ് മീറ്റിംഗ് നടക്കുമ്പോൾ അവിടെ അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ടും പ്രോഗ്രസ് അറിയുന്നതിനും അവരുടെ അധ്യാപികമാരും അധ്യാപകന്മാരുമായിട്ടൊക്കെ നേരിട്ട് ഇൻറ്ററാക്ഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ടൊക്കെ നാം നേരത്തെ എത്തുകയും അവരുമായി സംവദിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. മദ്രസകളിലെ പേരൻസ് മീറ്റിംഗ് സാധാരണ നിലയിൽ മദ്രസകളിൽ നടക്കുമ്പോൾ അത് ഉമ്മമാരുമായി മാത്രം ഒതുങ്ങലാണ് പതിവ് കാഴ്ച. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ മർക്കസിലെ ഈ മദ്രസ ഉമറുൽ ഫാറൂഖിലെ ധാരാളം ഉപ്പമാരും ഈ മജ്‌ലിസിലുണ്ട് എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന ഒന്നാണ്. അതിൽ ഹൃദയംഗമായി നിങ്ങളെ അഭിനന്ദിക്കുകയും ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, മക്കളെക്കുറിച്ച് അല്ലെങ്കിൽ പേരൻറ്റിങ്ങിനെ കുറിച്ച് ഒരു വിശദമായ സംസാരമോ അല്ലെങ്കിൽ വിശാലമായ നിലയിലുള്ള ഒരു ക്ലാസ്സോ ഒന്നും ഉദ്ദേശിക്കുന്നില്ല. ഞാനിപ്പോൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു കുറച്ച് സമയത്തേക്ക് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളുടെ മക്കളെ പറ്റി സംസാരിക്കാം എന്ന നിയത്തിലാണ് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. എനിക്ക് അൽഹംദുലില്ലാഹ് 3 മക്കളാണ്. ആ മക്കളുടെ ഭാവിയെക്കുറിച്ച് ഞാൻ എത്രത്തോളം ആശങ്കാകുലനാണോ, സമാനമായ ആശങ്കയിലാണ് നമ്മൾ ഓരോരുത്തരും മക്കളെ വളർത്തുന്നത് എന്ന് ഞാൻ നന്നായി മനസ്സിലാക്കുന്നുണ്ട്. നമ്മളെല്ലാവരും ആ തിരിച്ചറിവുള്ളവരുമാണ്. മദ്രസയിലേക്ക് ഒരു കുട്ടിയെ അയക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം തികച്ചും ഓപ്ഷണലായ ഒരു കാര്യം മാത്രമാണ്. സ്കൂളിലേക്ക് അയക്കുക എന്നുള്ളത് നിർബന്ധമായ കാര്യവുമാണ്. അത് ആ കുട്ടിയുടെ അവകാശമാണ്. RTA അനുസരിച്ച്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് അനുസരിച്ച് ഏതെങ്കിലും ഒരു കുഞ്ഞിനെ ആരെങ്കിലും സ്കൂളിൽ പഠിപ്പിക്കാതിരുന്നാൽ ആ രക്ഷിതാക്കൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുവാനും അതിന്മേൽ പിഴവും തടവും ഏർപ്പെടുത്തുവാനുമുള്ള നിയമ സംവിധാനമാണ് നമ്മുടെ നാട്ടിലുള്ളത്.
അതുകൊണ്ട് ഒരു കുഞ്ഞിനെ സ്കൂളിലേക്ക് അയക്കുന്നത് ഒരിക്കലും ഒരു മാതാവിൻ്റെയോ പിതാവിൻ്റെയോ സ്വാതന്ത്ര്യത്തിൽ വരുന്ന ഒരു കാര്യമല്ല. നിർബന്ധമായും അയച്ചേ മതിയാകൂ. എന്നാൽ മദ്രസ വിദ്യാഭ്യാസം എന്നുള്ളത് തീർച്ചയായും അത് ഓപ്ഷണലായ ഒരു കാര്യം മാത്രമാണ്. മക്കളെ ദീനിയായ നിലയിൽ വളർത്തണമെന്നും ചെറുപ്പകാലത്ത് എന്തെങ്കിലുമൊക്കെ നമ്മളുടെ മക്കൾക്ക് നൽകണം എന്നും ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഒരു പടി കൂടി കടത്തി പറഞ്ഞാൽ നമ്മളുടെ മുൻഗാമികളായ നമ്മളുടെ കാരണവന്മാർ പ്രാഥമിക വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ചട്ടക്കൂട് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വ്യവസ്ഥാപിതമായ നിലയിൽ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുന്നേ തന്നെ കൃത്യമായി പറയുകയാണെങ്കിൽ 1920കളിൽ മലബാർ കലാപത്തിൻ്റെയും ഒക്കെ സമയം നടക്കുന്ന ആ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങളൊക്കെ നടക്കുന്ന ഖിലാഫത്ത് മൂവ്മെന്റ് നടക്കുന്ന ഏറെ സങ്കീർണമായ കേരളത്തിലെ ഇസ്ലാമിക പശ്ചാത്തലത്തിൽ 1921 ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്നറിയപ്പെടുന്ന വളരെ പ്രസിദ്ധനായ സ്വാതന്ത്ര്യ സമര സേനാനിയും മുസ്ലിം പണ്ഡിതനുമായ സാത്വികനായ മനുഷ്യൻ വാഴക്കാട് ദാറുൽ ഉലൂമിൽ വ്യവസ്ഥാപിതമായ നിലയിൽ ആദ്യത്തെ ഒരു മദ്രസ സ്ഥാപിക്കുന്നത്. വ്യവസ്ഥാപിതം എന്ന വാക്ക് ഇവിടെ അടിവരയിട്ട് മനസ്സിലാക്കണം. അതിനു മുമ്പും മദ്രസകളിലും ഉസ്താദുമാർക്കിടയിൽ പോകലുമൊക്കെ ഉണ്ടായിരുന്നു. ഒരു സിലബസ് കേന്ദ്രീകൃത മദ്രസ ആരംഭിക്കുന്നത് 1921 കൃത്യം പറഞ്ഞാൽ. നമ്മളുടെ കാരണവന്മാർ മറ്റ് സംസ്ഥാനങ്ങളിലെ മുതിർന്നവരെയൊക്കെ അപേക്ഷിച്ച് അൽഹംദുലില്ലാഹ് ഒരുപാട് ഫോർവേഡായി ചിന്തിക്കുകയും അവർ ഈ നാട്ടിൽ അതിന് വ്യവസ്ഥാപിതമായ ഒരു രൂപവും ചട്ടക്കൂടും ഉണ്ടാക്കുകയും ഞാനടക്കം നമ്മളിരിക്കുന്ന ഈ ഓരോ രക്ഷിതാക്കളും സ്ത്രീകളും പുരുഷന്മാരും ആ ചട്ടക്കൂടിലൂടെ പരുവപ്പെടുകയും നാം എന്തെങ്കിലും ദീനിയായ നിലയിൽ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതെൻ്റെ ചെറുപ്പത്തിൽ മദ്രസയിൽ പോയതുകൊണ്ടാണ്, എൻ്റെ അബ്ദുസ്സലാം ഉസ്താദ് അങ്ങനെ നല്ല അടിതന്ന് പഠിപ്പിച്ചത് കൊണ്ടാണ്, എൻ്റെ ഷുക്കൂർ ഉസ്താദ് എന്നെ വല്ലാതെ ശ്രദ്ധയോടുകൂടി പഠിപ്പിച്ചതിൻ്റെ പേരിലാണ് ഇന്നും ബാങ്ക് വിളിക്കുമ്പോൾ ഞാൻ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോകുന്നത്, ആ ചിന്ത എനിക്കുണ്ടാവുന്നത് എന്നത് നാം പരുവപ്പെട്ട ഒരു ചട്ടക്കൂടിൻ്റെ പ്രതിഫലനമാണ്. ഓപ്ഷണലാണ് എന്ന് പറയുമ്പോഴും സോഷ്യലി കമ്മ്യൂണലി പറയുകയാണെങ്കിൽ ഒഴിവാക്കപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലുള്ള ഒരു ചട്ടക്കൂടിലേക്ക് അൽഹംദുലില്ലാ നമ്മളുടെ മദ്രസ വിദ്യാഭ്യാസ സംവിധാനം ഇന്ന് എത്തിയിട്ടുണ്ട്. ആ തിരിച്ചറിവിലാണ് നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും ദീനിയായ ഒരു ബോധമുണ്ടാകണം എന്ന ബോധ്യത്തിലാണ് നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഈ മദ്രസയിലേക്ക് അയച്ചിരിക്കുന്നത്. തീർച്ചയായും അത് അള്ളാഹുവിൻ്റെ അടുക്കൽ വളരെയധികം പുണ്യം നിറഞ്ഞതും മക്കളോടുള്ള കടമകളിൽ ഒരു പിതാവ് എന്ന നിലയിൽ, ഒരു മാതാവ് എന്ന നിലയിൽ നാം ചെയ്യേണ്ട ബാധ്യതകളിൽ ഏറ്റവും സുപ്രധാനമായ ഒരു കടമയുടെ നിറവേറ്റലും കൂടിയാണ്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുമ്പോൾ നമ്മളുടെ മക്കളെക്കുറിച്ച്, അവരുടെ ദീനി വിദ്യാഭ്യാസത്തെക്കുറിച്ച്, ദീനി സംസ്കാരത്തെക്കുറിച്ച് കൂടുതൽ ബോധ്യത്തോടുകൂടിയും തിരിച്ചറിവോടും കൂടിയാണ് നാം ഇരിക്കുന്നത് എന്നത് തന്നെ ഈ മജ്ലിസിന്റെ ഒരു പ്രത്യേകതയാണ്. വിശുദ്ധ ഖുർആനിൽ 2 രീതിയിൽ സഹോദരങ്ങളെ നമ്മുടെ മക്കളെ അല്ലാഹു തആല പറയുന്നുണ്ട്. അതിൽ ആദ്യത്തേത് നമ്മുടെ മക്കൾ ഭയങ്കര അടിപൊളിയാണ് എന്നാണ്. നമ്മുടെ ഈ ദുനിയാവിൻ്റെ അലങ്കാരം തന്നെ നമ്മുടെ മക്കളാണ് എന്നാണ്. ഈ ദുനിയാവിൻ്റെ സൗന്ദര്യം നമ്മുടെ മക്കളാണ്. മക്കൾ ഉണ്ടാകുന്നത് വരെ ഒരു പിതാവിൻ്റെ അല്ലെങ്കിൽ ഒരു മാതാവിൻ്റെ മാനസിക അവസ്ഥയും അവരുടെ ലോകവും മക്കൾ ഉണ്ടായതിനു ശേഷം വ്യത്യസ്തമാകും. ഒരു കുഞ്ഞുണ്ടാകുന്നതിന് മുമ്പ് നമ്മളുടെ ലോകത്തിന് ഒരുപാട് വിശാലതയുണ്ടാകും. പക്ഷെ കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ പലപ്പോഴും നമ്മളുടെ ലോകം ആ മക്കളിലേക്ക് ഇങ്ങനെ ചുരുങ്ങും. തിരിച്ചറിവിൻ്റെ പ്രായമായി കഴിഞ്ഞാൽ, സ്കൂളിലേക്ക് വിടേണ്ട സമയമായി കഴിഞ്ഞാൽ നാം അറിയാതെ നമ്മളുടെ തമാശകൾക്ക് നാം ബ്രേക്കിടും. അതിന് അറിയാതെയുള്ള ഒരു കൂച്ചുവിലങ്ങുണ്ടാകും.
നാം ആ ബോധ്യത്തിലാണ്, ആ തിരിച്ചറിവിലാണ് മക്കളുള്ള ഓരോ പിതാവും ഓരോ മാതാവും ജീവിക്കുന്നത്. അവരുടെ ലോകം നമ്മളായി മാറുകയും നമ്മളുടെ ലോകം അവരായി മാറുകയും ചെയ്യുമ്പോൾ നല്ല മക്കൾ ഈ ജീവിതത്തിന്റെ അലങ്കാരങ്ങളായി പരിണമിക്കുന്നു എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ. ഈ ഐഹിക ജീവിതത്തിന്റെ അലങ്കാരമാണ് മക്കൾ. വിശുദ്ധ ഖുർആനിന്റെ മറ്റൊരായത്തിൽ ഇതിന് നേർ വിപരീതമായി അല്ലാഹു തആല പറയുന്നുണ്ട്. മുഅ്മിനീങ്ങളായ ആളുകളെ സംബോധന ചെയ്തുകൊണ്ട് അല്ലാഹു പറയുകയാണ്, തീർച്ചയായും നിങ്ങളുടെ മക്കളും നിങ്ങളുടെ സമ്പാദ്യങ്ങളും നിങ്ങൾക്ക് അല്ലാഹു ഏർപ്പെടുത്തുന്ന ഏറ്റവും വലിയ പരീക്ഷണമാണ് എന്നാണ് അടുത്തത്. ഒരു സ്ഥലത്ത് മക്കളെ അലങ്കാരമായി ജീവിതത്തിന്റെ സൗന്ദര്യമായി പരിചയപ്പെടുത്തുമ്പോൾ മറുവശത്ത് ഖുർആന്റെ ഒരു പരിപ്രേക്ഷ്യം എന്നത് മക്കൾ ഭയങ്കരമായ പരീക്ഷണമാണ് എന്നതാണ്. സഹോദരങ്ങളെ, എപ്പോഴാണ് കുട്ടികൾ പരീക്ഷണമാകുന്നത്? എപ്പോഴാണ് നമ്മളുടെ മക്കൾ നമ്മുടെ ജീവിതത്തിന്റെ അലങ്കാരങ്ങളായി മാറുന്നത്? നമ്മളുടെ ഈ ചെറിയ സെഷനിൽ അതിൻ്റെ 1-2 കാര്യങ്ങൾ മാത്രം പറഞ്ഞ് നമുക്ക് ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കാം. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ വിഷയത്തിലും നമുക്ക് മാതൃകയാണ്. മുഴുവൻ കാര്യങ്ങളിലും നമുക്ക് അല്ലാഹു തആല മാതൃകയായി ദുനിയാവിലേക്ക് അയച്ചതും അല്ലാഹുവിൻ്റെ റസൂലിനെയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും വലിയ മാതൃക അഷ്റഫുൽ ഖൽഖാൻ, സൃഷ്ടികളിൽ അത്യുത്തമരായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. തൻ്റെ സന്താനങ്ങളോട്, തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ചെറിയ മക്കളോട്, തൻ്റെ സഹാബാക്കളുടെ, തൻ്റെ അനുചരന്മാരുടെ മക്കളോട് തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് പെരുമാറിയത് എന്ന് മനസ്സിലാക്കലാണ് മക്കളെ നാം എങ്ങനെ നോക്കിക്കാണണം എന്നതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ്. അല്ലാഹുവിൻ്റെ റസൂലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വലിയ ഉത്തരവാദിത്തമുള്ളവരാണ്. ആ ഉത്തരവാദിത്തം കൃത്യമായി നിറവേറ്റുന്നവരാണ്. ആ ഭാരം ചുമക്കുന്നവരാണ്. മക്കളുടെ നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ ആയിരുന്നില്ല. ഭയങ്കരമായ നിലയിൽ ഇടപെടുമായിരുന്നു. ഭയങ്കരമായ സ്നേഹം കാണിക്കുമായിരുന്നു. ഉയർന്ന ഉത്തരവാദിത്തം സഹാബത്തിന്റെ മുമ്പിൽ മക്കളുടെ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു കൊടുക്കുമായിരുന്നു. കളികളിൽ അവരോടൊപ്പം കൂടുമായിരുന്നു. നിങ്ങൾക്കറിയുമോ, ഒരിക്കൽ നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഓട്ട മത്സരം സംഘടിപ്പിച്ചിട്ടുണ്ട്. തൻ്റെ പിതൃ സഹോദരനായ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ വീട്ടിൽ, ആ കുടുംബത്തിൽ, ആ ചുറ്റുവട്ടത്ത് ധാരാളം കുഞ്ഞു മക്കളുണ്ടായിരുന്നു. അതിൽപ്പെട്ട ഒരു മോനാണ് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു എന്നറിയപ്പെടുന്ന അബ്ദുള്ള റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ സഹോദരനായ ഉബൈദുള്ള, അല്ലാഹുവിൻ്റെ റസൂൽ വഫാത്താകുമ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ പ്രായം വെറും 13 വയസ്സാണ്. അപ്പോൾ ആ പ്രായം ആലോചിച്ചാൽ മതി. നബി തങ്ങൾ മക്കയിൽ കഴിയുന്ന സമയത്ത് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും കുഞ്ഞുമക്കളിൽപ്പെട്ടവരാണ് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അടക്കമുള്ളവർ, അബ്ദുള്ള റളിയല്ലാഹു അൻഹു അടക്കമുള്ളവർ. കാന യസുഫു ലി അബ്ദില്ലാഹി വ ഉബൈദില്ലാ. അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കുടുംബത്തിൽപ്പെട്ട അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിനും ഉബൈദുള്ള റളിയല്ലാഹു അൻഹുവും അടക്കമുള്ള കുഞ്ഞുമക്കൾക്ക് വേണ്ടിയിട്ട് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം സഫ് വരയ്ക്കുമായിരുന്നു എന്നാണ്. നബിതങ്ങൾ ഇങ്ങനെ ലൈൻ വരച്ചിട്ട് അവരെയൊക്കെ ആ ലൈനിൽ നിർത്തും. എന്നിട്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫിനിഷിംഗ് ലൈനിന്റെ അവിടെ പോയി നിൽക്കുമെന്നാണ്. തങ്ങൾ വിളിച്ചു പറയും, മൻ സബഖ ഇലയ്യ ഫലഹു കദാ വ കദാ. ആരാണോ എൻ്റെ അടുക്കൽ ആദ്യം എത്തുന്നത് അവർക്ക് ഇന്ന ഇന്ന സമ്മാനങ്ങളുണ്ട് എന്ന് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിച്ചു പറയുമായിരുന്നു എന്നാണ്. മക്കൾ വളരെ വാശിയിലും വീറിലും ഓടുന്നവർക്ക് ലഭിക്കുന്ന ആദ്യത്തെ സമ്മാനം എന്താണെന്നറിയുമോ? ഫിനിഷിംഗ് ലൈനിൽ നിൽക്കുന്ന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ തൻ്റെ നെഞ്ചോടിങ്ങനെ ചേർത്ത് പുണരുമായിരുന്നു എന്നാണ്. മക്കളെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മത്സരിപ്പിക്കുകയും ആ മത്സരങ്ങളിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോടൊപ്പം നിൽക്കുകയും ചെയ്യുമായിരുന്നു. മാതൃക
അഷ്റഫുൽ ഖൽഖാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരിക്കൽ ഒരു വിരുന്നിന് പോവുകയാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പോകുന്ന വഴിയിൽ മക്കൾ കളിക്കുന്ന ഒരു ഗ്രൗണ്ടിലെത്തി. നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും പഞ്ചായത്ത് റോഡിലൂടെയൊക്കെ നടന്നു പോകുമ്പോൾ നമ്മുടെ തൊട്ട് പുറകിലുള്ള പഞ്ചായത്ത് ഗ്രൗണ്ടിൽ കളിക്കുന്ന കുട്ടികളെ പോലെ അന്ന് മദീനയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കരികിലൂടെ ഒരിക്കൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനൊപ്പം നടക്കുകയാണ്. തങ്ങളൊരു വിരുന്നിന് പോവാണ്. ഒരു സഹാബി വിളിച്ചിട്ട് ദഅവത്തിന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ്. പോകുന്ന വഴിയിൽ തങ്ങളുടെ കൂടെയും കുറേ സ്വഹാബാക്കളുണ്ട്. നബി തങ്ങൾ നോക്കുമ്പോൾ ആ കുട്ടികളുടെ കൂട്ടത്തിൽ തൻ്റെ പൊന്നു മോനുണ്ട്. മഹദിയായ ബീബി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹായുടെ തൻ്റെ പേരമക്കളിൽ തങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു അവர்களுം കുഞ്ഞുമോനാണ്. അവിടെ ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരോടൊപ്പം കളിക്കുകയാണ്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ കൂടെ അനുചരന്മാരുണ്ട്, സ്വഹാബാക്കളുണ്ട്, ആ ബോധ്യമുണ്ട്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം മസിൽ പിടിച്ച് അതങ്ങനെ ചിരികളിയിലേക്കൊന്നും വരാതെ ഞാനിങ്ങനെ അവരോടൊപ്പം സഹാബാക്കളോടൊപ്പം നടക്കുകയാണല്ലോ, എന്നാ പിന്നെ ഇങ്ങനെ അങ്ങ് അവനെ കാണാത്ത പോലെ അങ്ങ് നടന്നേക്കാം, അങ്ങ് പോയേക്കാം. അങ്ങനെയല്ല. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടികൾക്കിടയിലേക്ക് നടക്കുകയാണ്. ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിനെ വാരിയെടുക്കാൻ വേണ്ടി പോകുമ്പോൾ നബി തങ്ങളിൽ നിന്ന് വെട്ടിച്ചുകൊണ്ട് ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു അവர்கள் അവിടെ നിന്ന് കുതറി ഓടുകയാണ്. സഹോദരങ്ങളെ, പിന്നീട് ആ സ്വഹാബാക്കൾ കണ്ടത് അത്ഭുതകരമായ ഒരു കാഴ്ചയാണ്. നബി തങ്ങൾ ആ കുഞ്ഞിന്റെ പുറകെ ഇങ്ങനെ ഓടുകയാണ്. വളഞ്ഞും പുളഞ്ഞും ആ കുഞ്ഞ് ഓടുന്നു. ഹുസൈൻ റളിയല്ലാഹു അൻഹു അവர்கள் ഓടുന്നു. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഇങ്ങനെ വളഞ്ഞും പുളഞ്ഞും പിടിക്കാൻ വേണ്ടിയിട്ട് പുറകെ ഓടുകയാണ്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുഞ്ഞിനെ ഇങ്ങനെ വാരിയെടുത്തിട്ട് പ്രവാചകർ പറയുന്ന ഒരു വാക്കുണ്ട്. നമ്മളൊക്കെ നമ്മുടെ മക്കളെ ചില സമയത്ത് സ്നേഹം കൂടുമ്പോൾ വാരിയെടുത്തിട്ട് ഉപ്പമാര് പറയില്ലോ, ഉപ്പാന്റെ മോളാണ്, നീ ഉപ്പാന്റെ മോളാണ്, അല്ലെങ്കിൽ നീ എൻ്റെ കുഞ്ഞാണ്, ഉമ്മിയുടെ കുഞ്ഞല്ല. നമ്മളങ്ങനെ പറയില്ല. ഉമ്മിയുടെ കുഞ്ഞല്ലാത്തതുകൊണ്ടല്ല. ചിലപ്പോൾ നമ്മൾ ചോദിക്കും, എനിക്കൊരു മോളുണ്ട്, എൻ്റെ ഇളയ മോള് 4 വയസ്സാണ്, ഞാൻ അവനെ ഉച്ചാമി എന്നാണ് വിളിക്കുന്നത്. പിള്ളേർക്കൊക്കെ ഇങ്ങനത്തെ പേരുകളാവും. നല്ല പേരുണ്ട്, വിളിക്കുന്നത് ഉച്ചാമി എന്നാണ്, മൂത്ത ആളെ വിളിക്കുന്നത് കുടാപ്പി എന്നാണ്, രണ്ടാമത്തെ ആളെ വിളിക്കുന്നത് മുവാമി എന്നാണ്. ചുമ്മാ തോന്നുന്ന പേരിട്ടാണ് വിളിക്കുക. അപ്പൊ ഉച്ചാമീനെ ഇങ്ങനെ ഞാൻ വാരിയെടുത്തിട്ട് ഞാൻ അവളോട് സാധാരണ പറയും, ആരുടെ മോളാണെന്ന് ചോദിക്കും. അപ്പൊ ഞാൻ എടുക്കുകയാണെങ്കിൽ അവള് പറയും അബ്ബാടെ മോളാണെന്ന് പറയും. ഉമ്മി എടുക്കുകയാണെങ്കിൽ അവള് പറയും ഉമ്മിയുടെ മോളാണെന്ന് പറയും. അത് കുട്ടികളുടെ ഒരു രസമാണ്. സഹോദരങ്ങളെ, ഇതേ വാക്ക്, ഇതേ ഭാവത്തെ, ഇത് നമ്മളുടെ വീട്ടിലെ ഒരു സാധാരണ ഭാവമാണ്. ആ ഭാവത്തെ നിങ്ങളൊന്ന് അള്ളാഹുവിൻ്റെ റസൂലിലേക്ക് കൊണ്ടുവരണം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ വാരിയെടുത്തിട്ട് പറയാണ്, ഹുസൈൻ എന്റെയാണ്, ഞാൻ ഹുസൈനിൻ്റെതാണ്. ഹുസൈനു മിന്നി വഅന മിൻഹു. ഹുസൈൻ എന്റേതാണ്, ഞാൻ ഹുസൈനിൻ്റെതാണ്. അഹബ്ബല്ലാഹു മൻ അഹബ്ബ ഹുസൈന. ഹുസൈനിനെ സ്നേഹിക്കുന്നവനെ അള്ളാഹു സ്നേഹിക്കട്ടെ എന്ന്. ആ വാക്കിന് വലിയ അർത്ഥങ്ങളുണ്ട്, ഭാവിയുടെ അർത്ഥങ്ങളുണ്ട്. തലമുറകൾക്ക് ശേഷം നടക്കാനുള്ള പല കാര്യങ്ങളുടെയും പ്രവചനങ്ങൾ ആ വാക്കുകളിലുണ്ട്. രഹസ്യങ്ങളുടെ വാക്കാണ്. പക്ഷെ അവിടെ ആ കുഞ്ഞുങ്ങൾക്ക് മുമ്പിൽ അതൊരു വല്ലാത്ത ലാളിത്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അനിതര സാധാരണമായ, സങ്കല്പിക്കാൻ കഴിയാത്ത അവാച്യമായ ഒരു അനുഭൂതിയുടെ പ്രകടനമാണത്. തങ്ങളിങ്ങനെ വാരിയെടുത്തിട്ട് പറയാണ്, ഹുസൈൻ എന്റെയാണ്, ഞാൻ ഹുസൈനിൻ്റെതാണ്. ഹുസൈനിനെ സ്നേഹിക്കുന്നവനെ അള്ളാഹു സ്നേഹിക്കട്ടെ എന്ന്. ഒരു കുഞ്ഞിനെ എങ്ങനെ പ്രോത്സാഹിപ്പിക്കണം, എങ്ങനെ ഒരു കുഞ്ഞിനോടൊപ്പം നിൽക്കണമെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന പ്രവാചക ജീവിതത്തിലെ സംഭവങ്ങളിൽ, മാതൃകകളിൽ ഒരു മാതൃകയാണിത്. ഇങ്ങനെ ധാരാളം സംഭവങ്ങൾ കാണും. ഒറ്റ വാക്കിൽ ആ ഒരു പോർഷൻ നമുക്ക് അവസാനിപ്പിക്കാം. നബിതങ്ങൾ എന്നോടും നിങ്ങളോടും പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളുടെ കുട്ടികളുടെ മുമ്പിൽ നിങ്ങൾ ഗൗരവക്കാരാകരുത്. കുട്ടികളുടെ മുമ്പിൽ തസാബ്ബു ലിസുബിയാനിക്കും, നിങ്ങളുടെ കുട്ടികളുടെ മുമ്പിൽ നിങ്ങളൊരു കുഞ്ഞായി മാറുക എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിന്റെ വചനങ്ങളിൽ വളരെയധികം ഹൃദയസ്പൃക്കായ, മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ച വരികളിൽ ഒരു വരിയാണത്. തസാബ്ബു ലിസുബിയാനിക്കും, നിങ്ങളുടെ മക്കളോട് നിങ്ങൾ ഒരു കുഞ്ഞായി പെരുമാറുക, ഒരു കുട്ടിയായി മക്കളോട് ഇടപെടുക എന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മൾ സാധാരണ നിലയിൽ പറയലുണ്ട്, ഇന്നത്തെ കാലത്തെ കുട്ടികളൊക്കെ ഭയങ്കര ഫാസ്റ്റാണ് അല്ലേ. കുട്ടികൾ നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല.
അവരുടെ റിയാക്ഷൻസും നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല. പലപ്പോഴും അവരുടെ ഡൗട്ടുകളും ക്വസ്റ്റ്യൻസും നമുക്ക് പോലും നേരിടാൻ സാധിക്കില്ല. ഭയങ്കര ഫാസ്റ്റാണ്. കുട്ടികൾ വളരെ വേഗത്തിലാണ് എന്ന് നമ്മൾ സാധാരണ നിലയിൽ പറയലുണ്ട്. സഹോദരങ്ങളെ, അതിന് ചില കാരണങ്ങളുണ്ട്. വേഗതയുള്ള കുഞ്ഞുങ്ങളെ ദീനീയായ നിലയിൽ നാം എങ്ങനെയാണ് കാണേണ്ടത്? അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. നമ്മളുടെ ഫാസ്റ്റായ കുഞ്ഞുങ്ങളെ നാം എങ്ങനെയാണ് കാണേണ്ടത്? അതിൻ്റെ റൂൾ എന്താണ്? അതിൻ്റെ റൂളാണ് ഫണ്ടമെന്റൽസ് ഓഫ് ഇസ്ലാമിക് പേരന്റിംഗ് എന്ന് പറയുന്ന 5 കാര്യങ്ങൾ. ഇസ്ലാമിക് പേരന്റിങ്ങിൻ്റെ അടിസ്ഥാനപരമായ 5 കാര്യങ്ങൾ. കുഞ്ഞുങ്ങൾ ഫാസ്റ്റാണ്. നമ്മൾ വിചാരിക്കേണ്ടത് ഇതേപോലെ കുട്ടികളെ കിട്ടുമൊന്നുമില്ല. പണ്ടൊക്കെ നമ്മുടെ ഉമ്മറത്തെ കോലായിൽ ഒരു ചാരുകസേരയിൽ ഉപ്പ കിടക്കുന്നുണ്ട് എന്ന തോന്നൽ മതിയായിരുന്നു. അവിടെ ഉപ്പുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ കസേരയും ഉപ്പ അവിടെ കിടക്കുന്നുണ്ട് അല്ലെങ്കിൽ ഉപ്പാപ്പ അവിടെ കിടക്കുന്നുണ്ട് എന്ന തോന്നൽ മതിയായിരുന്നു. വീടിൻ്റെ ഉള്ളിലെ ശബ്ദകോലാഹലങ്ങൾ അവസാനിക്കാൻ, അച്ചടക്കമുണ്ടാകാൻ, സ്ത്രീകളുടെ ശബ്ദമുയരാതിരിക്കാൻ, അടുക്കള നിശബ്ദമാകാൻ പാപ്പയുടെ മുമ്പിൽ, വാപ്പയുടെ മുമ്പിൽ അങ്ങനത്തെ ഒരു ഭാവം ഉണ്ടായിരുന്നു. നമ്മളൊക്കെ അത് അനുഭവിച്ചവരാണ്. ഈ ഇരിക്കുന്ന പിതാക്കന്മാരായ ഉമ്മമാരായ ഈ തലമുറ അത് അനുഭവിച്ചവരാണ്. പക്ഷെ ഇന്നങ്ങനെയല്ല. ഇന്ന് ഉപ്പയുണ്ടെന്ന് അറിഞ്ഞാൽ, നമ്മളുണ്ടെന്ന് അറിഞ്ഞാൽ നമ്മുടെ മക്കൾ നമ്മുടെ തലയുടെ മുകളിലായിരിക്കും. അവരകത്തായിരിക്കില്ല. അവർക്ക് ബഹളം കൂടും, അവർക്ക് ആനന്ദവും സന്തോഷവും കൂടും. നമ്മൾ വീട്ടിൽ വന്ന് കയറുമ്പോൾ നമ്മുടെ മേത്തേക്ക് അവർ ചാടിക്കേറും. നമ്മളും അത് പ്രതീക്ഷിച്ചിട്ടാണ് വീട്ടിൽ പോണത്. വീട്ടിലേക്ക് പോകുന്നതിൻ്റെ നമ്മളെ വീട്ടിലേക്ക് ഇങ്ങനെ വലിക്കുന്നതിൻ്റെ കാരണങ്ങളിൽ ഒരു കാരണം എന്താണ്? ഇങ്ങനെ ചാടി വീഴുന്ന മക്കളാണ്, ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്ന മക്കളാണ്. സ്കൂള് കഴിഞ്ഞ് മക്കൾ വരുന്ന കാഴ്ച ഉണ്ടല്ലോ. നമ്മൾ സാധാരണ ഇങ്ങനെ വൈകുന്നേരങ്ങളിൽ വണ്ടി ഓടിച്ച് പോകുമ്പോൾ കാണാം, ഓരോ വീട്ടിൻ്റെയും ഉമ്മറത്ത് ഗേറ്റിൻ്റെ പുറത്ത് ഉമ്മ വരെ ഇങ്ങനെ കാത്തുക്കണ്ടാവും. കുട്ടികളെ പിടിക്കാൻ വേണ്ടിയിട്ട്, കുട്ടികളെ എടുക്കാൻ വേണ്ടി, ബസ്സിൽ നിന്ന് എടുക്കാൻ വേണ്ടി. ആ ബസ്സിൽ നിന്ന് എടുക്കുന്ന കാഴ്ച കണ്ടിട്ടുണ്ടോ? കുട്ടികൾ ബാഗ് ചുമന്നുകൊണ്ടൊന്നുമല്ല വന്നേക്കണത്. ബാഗ് ചുമന്നത് ബസ്സാണ്. ആ വീടിൻ്റെ ഫ്രണ്ട് വരെ എത്തിയിട്ടേ ഉള്ളൂ. ഗേറ്റിൻ്റെ അവിടെ നിന്ന് വാതിലിൻ്റെ അവിടെ വരെ നടക്കേണ്ട കേസേ ഉള്ളൂ. പക്ഷെ ഉമ്മ എന്ത് ചെയ്യും? എടുക്കാൻ പറ്റുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ ഉമ്മ കുഞ്ഞിനെടുക്കും. ഇനി ഉമ്മ കുഞ്ഞിനെടുക്കാൻ പറ്റിയില്ലെങ്കിൽ ആ ബാഗ് എടുക്കും. മിനിമം 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞാണെങ്കിൽ പോലും നമ്മൾ ആ ബാഗ് ചുമക്കും. ആലോചിച്ച് നോക്കിയേ, നമ്മൾ അങ്ങനെയാണ്. അപ്പൊ പുതിയ തലമുറ അതല്ല. നമ്മളുടെ പഴയ ആ ഭാവങ്ങൾ വെച്ചിട്ടോ നമ്മളുടെ പേരന്റിങ്ങിന്റെ നാം അനുഭവിച്ച ശൈലികൾ വെച്ചിട്ടോ ഒന്നും ഈ ഭയങ്കര ഫാസ്റ്റായ കുഞ്ഞുങ്ങളെ നമുക്ക് തിരിച്ചറിയാനോ അല്ലെങ്കിൽ അവരുടെ പേരന്റിങ്ങിൽ 100% നമുക്ക് തൃപ്തി കൈവരിക്കാനോ ഒന്നും സാധിക്കില്ല. പിന്നെന്താണ് ചെയ്യേണ്ടത് സഹോദരങ്ങളെ? എങ്ങനെയാണ് ഈ കുട്ടികൾ ഫാസ്റ്റ് ആകുന്നത്? അതിന് സോഷ്യലി കുറേ കാരണങ്ങളുണ്ട് കേട്ടോ. അതിൻ്റെ പ്രധാനപ്പെട്ട 1-2 കാരണങ്ങൾ പറയാം ഞാൻ. കോഗ്നിറ്റീവ് സ്റ്റിമുലേഷൻ എന്ന് പറയും. കുട്ടികളുടെ ബ്രെയിൻ ഭയങ്കര സ്റ്റിമുലേറ്റഡ് ആണ് ഇപ്പോൾ. നമുക്ക് ഈ പുതിയ കാര്യങ്ങൾ അറിയാനുള്ള ആകാംക്ഷ തലച്ചോറിൽ പ്രവർത്തിപ്പിക്കുന്ന ആ സംവിധാനത്തിൻ്റെ പേരാണ് ഈ കോഗ്നിറ്റീവ് മൈൻഡ് എന്ന് പറയുന്നത്. അത് ഭയങ്കരമായി സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സാമൂഹ്യ പശ്ചാത്തലത്തിലാണ് നമ്മളുള്ളത്. അതിന് നമ്മൾ പറയേണ്ടത് ഒരു വൈജ്ഞാനിക വിസ്ഫോടനത്തിൻ്റെ കാലത്തിലാണ് നമ്മുടെ മക്കൾ വളർന്നുകൊണ്ടിരിക്കുന്നത്. പഴയ കാലമല്ല, നമ്മൾ അനുഭവിച്ച കാലവുമല്ല, നമ്മൾ അനുഭവിച്ച കാലമല്ല, നമ്മൾ അനുഭവിച്ച വൈജ്ഞാനികമായ കാലവുമല്ല. സഹോദരങ്ങളെ, കുട്ടികൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കോഗ്നിറ്റീവ് സ്റ്റിമുലേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അതൊരു വൈജ്ഞാനിക വിസ്ഫോടനത്തിൻ്റെ കാലമാണ്. എന്തും ഏതും ഒരു ഇൻസ്റ്റന്റ് ആയ നിലയിൽ അവരുടെ മുമ്പിൽ വരും. ഈ ഇരിക്കുന്ന ഉമ്മമാര് പറയട്ടെ, എല്ലാവരും ഗ്രാജുവേറ്റ് ആണല്ലോ, ഈ ഇരിക്കുന്ന ഉപ്പമാര് പറയട്ടെ, പണ്ട് നമുക്കൊരു എസ്സേ എഴുതണമെങ്കിൽ, ഇന്ന് എസ്സേ ഇല്ലല്ലോ, ഇന്ന് അസൈൻമെന്റുകളും മറ്റ് സംവിധാനങ്ങളൊക്കെയാണ്. നമ്മളുടെ കോളേജിൽ നമ്മൾ പ്രീ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അല്ലെങ്കിൽ പണ്ട് PDCക്ക് പഠിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ ഒരു എസ്സേ എഴുതാൻ നമ്മുടെ അടുത്ത് പറഞ്ഞാൽ ആ എസ്സേ എഴുതിയിരുന്നത് എങ്ങനെയാണ്? നമ്മുടെ ചാപ്റ്ററിൽ നിന്ന്, നാം പഠിച്ച പാഠപുസ്തകത്തിൽ നിന്ന് നാം എന്ത് മനസ്സിലാക്കി വെച്ചിരിക്കുന്നോ അതിനെ നമ്മളുടെ ഭാവനകളൊക്കെ ചേർത്തിട്ടാണ് നമ്മളൊരു അസൈൻമെന്റ് തയ്യാറാക്കുക, നമ്മളൊരു എസ്സേ തയ്യാറാക്കുക. അതിൽ പാഠപുസ്തകത്തിലെ വരികൾ വളരെ കുറവായിരിക്കും, അധികവും അതിലൂടെ നാം മനസ്സിലാക്കിയെടുത്ത ഭാവനകളായിരിക്കും. ഇന്ന് നമ്മുടെ LKG പഠിക്കുന്ന അല്ലെങ്കിൽ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞ് അസൈൻമെന്റ് റെഡിയാക്കുന്നത് എങ്ങനെയാണെന്നറിയോ? എൻ്റെ മുആമി പറയും, ഞാൻ ഇരിക്കുന്നത് നിങ്ങളുടെ ഇടയിൽ ഒരു പേരൻ്റ് ആയിട്ടാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ എൻ്റെ മക്കളെയും കൂടി ഇതിനകത്ത് ചേർത്ത് പറയുന്നത്. മുആമി എന്ന് പറഞ്ഞാൽ
അവൻ LKG പഠിക്കുന്നതേ ഉള്ളൂ, 2ാം ക്ലാസ്സിൽ പഠിക്കുന്നതേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം ഈ വെക്കേഷൻ സമയത്ത് പുള്ളി എന്നോട് പറയാണ്, അബ്ബാ മൊബൈലിൽ സൂപ്പർനോവ ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് തരണം. AI ആപ്പാണ് സൂപ്പർനോവ, ഇംഗ്ലീഷ് പഠിക്കാനാണ് അത്രേ. ഈ സൂപ്പർനോവ എന്താണ്, അതെന്താ സാധനം എന്ന് ചോദിച്ചാൽ നമ്മളവിടെ മണ്ടനായി പോകും. കാരണം കുട്ടികൾ ഈ ലോജിക്കൽ റീസണിങ് ആവശ്യപ്പെടുന്നവരാണ് ഇന്നത്തെ കാലത്തെ കുട്ടികൾ. ലോജിക്കില്ലാത്ത ഒരു മറുപടിയും കുട്ടികളുടെ അടുത്ത് സൂട്ടാവുന്നില്ല, തലകുലുക്കിയിട്ട് അങ്ങ് പോവുള്ളൂ. കുട്ടികൾ ചോദിക്കുന്ന ചോദ്യത്തിന് ലോജിക്കില്ലാത്ത ഒരു മറുപടി ഇന്ന് കൊടുത്താലുണ്ടല്ലോ, ലോജിക്കില്ലാത്ത മറുപടി കൊടുത്താൽ കുട്ടി ശരി എന്ന് പറഞ്ഞിട്ട് പോകും. സംഭവം ശരി എന്ന് പറഞ്ഞിട്ട് പോകും. നമ്മൾ വിചാരിക്കും കുട്ടി അക്സെപ്റ്റ് ചെയ്തു എന്ന്. ഒരു പണ്ടാരുമില്ല, കുട്ടി അക്സെപ്റ്റ് ചെയ്യുന്നില്ല, കുട്ടി അക്സെപ്റ്റ് ചെയ്യില്ല. കുട്ടിക്ക് ലോജിക്കൽ ആയിട്ടുള്ള റീസണിങ് വേണം, അതാണ് കുട്ടി അക്സെപ്റ്റ് ചെയ്യുള്ളൂ. ഇത് തിരിച്ചറിയണം. തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമ്മൾ മണ്ടന്മാരായ ഉപ്പമാരാകും, പഴഞ്ചന്മാരായ ഉമ്മമാരാകും. അതാണ് അവസ്ഥ. അപ്പൊ ഈ കോഗ്നിറ്റീവ് സ്റ്റിമുലേഷൻസിന്റെ കാലമാണ്. ഏതും ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു അസൈൻമെന്റ് കിട്ടാൻ കുട്ടിക്ക് ഒരു ജെമിനി എടുത്തോ ഏതെങ്കിലും AI ടൂളിനോട് ചോദിച്ചാൽ മതി. കുട്ടികൾ പഠിക്കുന്നതൊക്കെ അങ്ങനെയാണ്. തപ്പ ചോദിക്കുന്നു. നമ്മൾ പണ്ട് ഗ്രാമർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പലതും ഇങ്ങനെ നമ്മൾ ഇംഗ്ലീഷ് ഗ്രാമർ ഓർത്തോർത്ത് പഠിക്കായിരുന്നു. പല വാക്കുകളും അതിൻ്റെ പ്രസന്റ് ടെൻസ് എങ്ങനെയാണ് പോണത്, അത് പാസ്റ്റിലേക്ക് വരുമ്പോൾ എന്ത് ഡൈവേർഷനാണ് അതിനകത്ത് വരുന്നത് കാണാതെ പഠിച്ചിട്ടാണ്. ഇന്നങ്ങനെയൊന്നുമില്ല, ഇതെല്ലാം ഇൻസ്റ്റന്റ് ആണ്. മാത്രമല്ല ഒരു സോഷ്യൽ മെച്യൂരിറ്റിയുടെ കാലമാണിത്. സോഷ്യൽ മെച്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഇരിക്കുന്നവർ തന്നെ പറയട്ടെ, ഇവിടെ ഗ്രാജുവേറ്റ് അല്ലാത്ത ആരെങ്കിലും ഇരിക്കണ്ടോ? ഒരു ഉപ്പയും ഉണ്ടാവില്ല, ഒരു ഉമ്മയും ഉണ്ടാവില്ല. വീട്ടിൽ പണിയെടുക്കുന്നവരാണെങ്കിലും പണിക്ക് പോകുന്നവരല്ലെങ്കിലും എല്ലാവരും ഗ്രാജുവേറ്റ് ആണ്, എന്തെങ്കിലും ഡിഗ്രി നമുക്കുണ്ട്. കാരണം നമ്മൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിലും മക്കൾ പഠിക്കട്ടെ എന്ന് ആലോചിച്ച ഒരു തലമുറയുടെ മക്കളാണ് നമ്മൾ. അവർ നമ്മുടെ ഉപ്പമാര് ഭക്ഷണം കഴിച്ചിട്ടില്ല, നമ്മുടെ ഉപ്പമാര് ഉറങ്ങിയിട്ടില്ല മര്യാദയ്ക്ക്, രാവിലെ മുതൽ വൈകുന്നേരം വരെ അധ്വാനിച്ചിട്ടുണ്ട്. എനിക്ക് കിട്ടാത്തത് എൻ്റെ മോന് കിട്ടണം എന്ന വാശിയിൽ മക്കളെ പഠിപ്പിച്ച ഒരു തലമുറയാണ് ഈ ഇരിക്കുന്ന രക്ഷിതാക്കൾ. നമ്മളങ്ങനെയല്ല. നമ്മൾ മിക്കവാറും അതുകൊണ്ടാണ് ഈ സോഷ്യൽ മെച്യൂരിറ്റി എന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരു കണ്ടീഷനും കൂടി ഇതിനകത്തുണ്ട്. ഇതിലെല്ലാം കൂടി പരുവപ്പെട്ടു വരുന്ന ഒരു കുഞ്ഞിനെ, അങ്ങനെ വളരുന്ന ഒരു കുഞ്ഞിനെ നിങ്ങൾക്ക് അടികൊണ്ടും ചവിട്ടുകൊണ്ടും പിച്ചുകൊണ്ടും നിങ്ങളുടെ വിരൽത്തുമ്പ് കൊണ്ടും നിങ്ങളുടെ മുഖം മാറ്റം കൊണ്ടും നമ്മുടെ ദേഷ്യപ്പെടലുകൾ കൊണ്ടും നിയന്ത്രിച്ച് നിർത്താൻ കഴിയും എന്ന് നിങ്ങൾക്ക് തോന്നണുണ്ടോ? തോന്നണുണ്ടെങ്കിൽ നമുക്കിപ്പോഴും നേരം വെളുത്തിട്ടില്ല എന്നതാണ് അർത്ഥം. നമ്മൾക്കിപ്പോഴും നേരം വെളുത്തിട്ടില്ല എന്നുള്ളതാണ് അർത്ഥം. സഹോദരങ്ങളെ, പേരന്റിങ് എന്ന് പറഞ്ഞാൽ ഒരു സമയത്ത് ഇതൊക്കെ നമ്മുടെ ഉപ്പമാർക്കറിയായിരുന്നു, ഉമ്മമാർക്കറിയാവെന്ന് ചോദിച്ചാൽ അവർക്കിതൊന്നും അറിയില്ല, അവർക്കിതൊന്നും അറിയേണ്ടതുമില്ലായിരുന്നു. അന്നത്തെ സോഷ്യൽ കണ്ടീഷൻ അതായിരുന്നു. ഇന്നത്തെ സോഷ്യൽ കണ്ടീഷൻ അതല്ല. പേരന്റിങ് എന്താണെന്ന് അറിഞ്ഞ് തന്നെ മക്കളെ വളർത്തണം. മദ്രസയിലേക്ക് വിടുമ്പോൾ മദ്രസയിലെ പേരന്റിങ് സെഷനിൽ ഇസ്ലാമിക് പേരന്റിങ്ങിനെ പറ്റി ബോധ്യമുണ്ടാവണം. സാധാരണ നിലയിലല്ല, ഇസ്ലാമിക് പേരന്റിങ്ങിനെ പറ്റി ബോധ്യമുണ്ടാവണം. മക്കൾ അങ്ങനെ മാത്രമേ അപ്രോച്ച് ചെയ്യാവൂ. എന്നാലാണ് നാം ഉദ്ദേശിക്കുന്ന റിസൾട്ടിലേക്ക് മക്കൾ വരൂ. മക്കൾ, സഹോദരങ്ങളെ, ഒരു പരിധി വരെയാണ് നമ്മുടെ സമ്പാദ്യങ്ങൾ. അത് കഴിഞ്ഞാൽ അവർ തനിച്ച മനുഷ്യരാണ്, സ്വതന്ത്രരായ മനുഷ്യരാണ്, ഈ കമ്മ്യൂണിറ്റിയെ നിലനിർത്തേണ്ടവരാണ്, ഉത്തരവാദിത്വം പേറേണ്ടവരാണ്. എൻ്റെയും നിങ്ങളുടെയും വീടിന്റെ സമ്പാദ്യം മാത്രമല്ല, അവർ ഈ സമൂഹത്തിന്റെ വരദാനങ്ങളാണ്, ഉത്തരവാദിത്വം ഏൽക്കേണ്ടവരാണ്. ഈ തലമുറയേക്കാൾ ഫാസ്റ്റായ ഒരു തലമുറയെ നയിക്കേണ്ടവരാണ്, ഫാസ്റ്റായ തലമുറയ്ക്ക് മാതൃകയാകേണ്ടവരാണ്. അതുകൊണ്ട് ഈ പേരന്റിങ്ങിന്റെ റൂളുകൾ അറിഞ്ഞു തന്നെ മക്കളെ വളർത്തണം. അപ്പോഴാണ് നമ്മളുടെ പേരന്റിങ് ഏറ്റവും ഹൈറായ നിലയിൽ, സ്റ്റൈലായ നിലയിൽ, സുന്ദരമായ നിലയിലാവുക. അതല്ലെങ്കിൽ മക്കളുടെ മുമ്പിൽ നമ്മൾ പലപ്പോഴും പഴഞ്ചന്മാരായി പോകും. നമ്മുടെ മക്കളത് കാണിക്കൊന്നുമില്ല, നമ്മുടെ മക്കളത് പ്രകടിപ്പിക്കുകയൊന്നുമില്ല, അനുസരണക്കേടൊന്നും കാണിക്കില്ല. പക്ഷേ അവർ പരുവപ്പെട്ടു വരുന്നത് അത്രയും അധികം സുന്ദരമല്ലാത്ത ഒരു സാഹചര്യത്തിലായിരിക്കും. ഇസ്ലാമിക് പേരന്റിങ്ങിന് 5 ഫണ്ടമെന്റൽ റൂൾസ് ഉണ്ട്. നിങ്ങളിത് ഓർത്തു വെക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. പേപ്പർ ഉണ്ടെങ്കിൽ എഴുതി വെക്കണം, നീ അതല്ലെങ്കിൽ ഓർത്തു വെക്കണം ഇൻഷാ അല്ലാഹ്. അതല്ലെങ്കിൽ പിന്നീട് ഉസ്താദുമാരോട് ചോദിക്കും, അവർ ഇൻഷാ അല്ലാഹ് പറഞ്ഞു തരും. ഇസ്ലാമിക് പേരന്റിങ്ങിന് ഫണ്ടമെന്റൽ ആയിട്ടുള്ള, അടിസ്ഥാനപരമായിട്ടുള്ള 5 റൂളുകളുണ്ട്. അതിൽ ആദ്യത്തെ റൂൾ എന്താണെന്ന് അറിയുമോ? ഞാൻ വളരെ ചുരുക്കി പറയാം.
ഒരുപാട് വിശദീകരിക്കേണ്ട ഒരു വിഷയമാണിത്. വളരെ ചുരുക്കി പറയാം, ഇനി നമുക്ക് 15 മിനിറ്റാണ് ബാക്കിയുള്ളത്. ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒന്നാമത്തെ റൂൾ എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, നമ്മളുടെ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു ഹദീസാണ്. നമ്മുടെ സാധാരണ നിലയിൽ മദ്രസയിലെ ഉസ്താദുമാരും മദ്രസയിലെ ഏത് മീറ്റിംഗ് നടന്നാലും ഒരു പക്ഷേ പറയുന്ന ഒരു ഹദീസാണ്. ആ ഹദീസ് സൈക്കോളജിക്കലി പ്രൂവണായ ഒരു കാര്യമാണ്. ലോകത്തെ എല്ലാ മാതാവിനും പിതാവിനും അറിയാവുന്ന കാര്യമാണ്. ഇനി സൈക്കോളജിക്കലി എന്ന് പറഞ്ഞും കൊണ്ടുപോകണ്ട. എന്താണ് ആ വാക്കെന്നറിയുമോ? ഫിത്രത്ത് എന്ന് പറയുന്ന ഒരു വാക്കാണ്. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. ഓരോ കുഞ്ഞും ഒരു ശുദ്ധമായ പ്രകൃതിയിലാണ്, പരിശുദ്ധമായ ഒരു മനസ്സോട് കൂടിയിട്ടാണ് ഓരോ കുഞ്ഞും ജനിച്ചു വീഴുന്നത് എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്. ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട പേരൻറ്റിങ്ങിൻ്റെ ടിപ്പ് എന്താണ്? സാധാരണ ഇത്രയും പറഞ്ഞ് നമ്മൾ അതിൻ്റെ വിശദീകരണങ്ങൾ സാധാരണ നിലയിൽ കൊണ്ടുപോകുന്നത് എങ്ങനെയാണെന്ന് അറിയുമോ? കുട്ടികൾ കളങ്കമില്ലാത്തവരാണ്, ബ്ലാങ്കായ ഒരു പേപ്പറാണ് കുട്ടികൾ, നമ്മൾ എന്ത് എഴുതി കൊടുക്കുന്നു അതാണ് ആ കുട്ടിയുടെ മൈൻഡിൽ ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് അതിൻ്റെ വിശദീകരണങ്ങൾ സാധാരണ നിലയിൽ പോവുക. പക്ഷേ പേരൻറ്റിങ് സെഷനിൽ അതിൻ്റെ വിശദീകരണം എന്താണെന്ന് അറിയുമോ? ഒരു കുഞ്ഞ് ഒരു തെറ്റ് ഒരിക്കലും അവൻ്റെ ക്യാരക്ടറിൻ്റെ ഭാഗമായിട്ട് ചെയ്യില്ല. ഒരു കുഞ്ഞ് ഒരു തെറ്റ് നമുക്ക് ഭയങ്കരമായ ഡങ്ങറുണ്ടാക്കുന്ന ഒരു സാധനമാണ്. നമ്മൾ ഈ വീട്ടിൽ കുട്ടികളെ ഭയങ്കര തർബീയത്തിൽ ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരും. മോശമായ ഒരു വാക്കുപോലും പറയിപ്പിക്കില്ല. മോശമായ വാക്കെന്നല്ല, നമ്മുടെ ശരീരത്തിൻ്റെ അവയവങ്ങളുടെ വാക്കുകൾ പോലും നമ്മൾ എന്ത് ചെയ്യില്ല, ഒരു മറച്ചു വെച്ചിട്ടാണ് നമ്മൾ പറയുക, അല്ലേ? ഇച്ചിച്ചിയാണെന്ന് നമ്മൾ പറയും. ഇച്ചിച്ചി അതെന്ത് വാക്കാണ്? മലയാളത്തിൽ ഏത് പദമാണത്? അങ്ങനത്തെ ഒരേ വാക്കുകൾ, കുറേ വാക്കുകളുണ്ട്, കുറേ വാക്കുകൾ. ആ വാക്കുകളാണ് നമ്മൾ നമ്മുടെ കുട്ടികളെ ശീലിപ്പിക്കുക. എന്നിട്ട് ഈ കുട്ടി എന്ത് ചെയ്യുന്നു? 1-ാം ക്ലാസ്സിലോ 2-ാം ക്ലാസ്സിലോ സ്കൂളിലേക്ക് പോകുന്നു. സ്കൂളിൽ പോയി കുറേ കുട്ടികളുമായിട്ടൊക്കെ, പല സാഹചര്യത്തിലുള്ള കുട്ടികളുമായിട്ടൊക്കെ സഹവസിക്കുന്നു, തിരിച്ചു വരുന്നു. പുതിയ പുതിയ വാക്കുകളുമായി നമ്മളുടെ മുമ്പിൽ വരുന്നു. പുതിയ പുതിയ പദങ്ങൾ, പുതിയ പുതിയ പ്രയോഗങ്ങൾ. നമുക്ക് തന്നെ തോന്നിപ്പോകും, ഇതെന്താണിത്, ഇതെവിടെന്നാ ഇവനിത് കേൾക്കണത്, ഇവിടെന്തായി പഠിച്ചുകൊണ്ട് വരുന്നത്. നമുക്ക് ടെൻഷനാകും. അവിടുത്തെ സാഹചര്യം മോശമാണോ എന്നുള്ള ചിന്തയുണ്ടാകും. സഹോദരങ്ങളെ, ഒരു കുഞ്ഞ് ഒരു തെറ്റ് ചെയ്യുന്നത്, ഈ ഫിത്ര എന്ന് പറയുന്ന വാക്കിനെ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ് കേട്ടോ. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വാക്കാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു കുഞ്ഞ് ഒരിക്കലും, ഒരു കുഞ്ഞു മനസ്സ് ഒരിക്കലും ഒരു തെറ്റ് അവൻ്റെ ഉള്ളിൽ നിന്ന് ചെയ്യില്ല. അവൻ്റെ ക്യാരക്ടർ അങ്ങനെയല്ല. ഈ ക്യാരക്ടറിസ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഈ ക്യാരക്ടർ രൂപപ്പെടുന്ന, പരുവപ്പെടുന്ന ഒരു സാധനം. ആ സാധനം സംശുദ്ധമാണ്, കളങ്കമില്ലാത്തതാണ്. കുഞ്ഞുങ്ങളുടെ മനസ്സങ്ങനെയാണ്. അപ്പൊ കുഞ്ഞുങ്ങൾ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താണ്? എവിടെ നിന്നാണ് ആ മോശമായ വാക്ക് വരുന്നത്? കുഞ്ഞുങ്ങൾ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം സിറ്റുവേഷൻസ് മാത്രമാണ്, സാഹചര്യങ്ങൾ മാത്രമാണ്. ഒരു കുഞ്ഞൊരു മോശമായ വാക്ക് പറഞ്ഞു എന്ന് കരുതുക, ഒരു മോശമായ പ്രവൃത്തി ചെയ്തു എന്ന് കരുതുക. നമ്മളുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ മര്യാദ പഠിപ്പിക്കൽ ചൂരൽ വടിയാണ്, അല്ലെങ്കിൽ ചൂരൽ വടി എടുക്കും എന്നുള്ള പേടിപ്പിക്കലാണ്. കുട്ടികളെ പേടിപ്പിക്കലാണ് നമ്മുടെ മുമ്പിൽ അതിനെ തിരുത്താനുള്ള ആദ്യത്തെ റൂള്. കാരണം നമ്മൾ അനുഭവിച്ചതാണ്. നമ്മൾ ഇപ്പോഴാണ് ചൂരലിറങ്ങിയത്. നമ്മൾ മടക്കല കൊണ്ട് തല്ലുമേടിച്ചവരാണ്. മടക്കല എന്നല്ല ഇവിടെ പറയാ, ചൂട്ടുകൊണ്ട്, ചൂട്ടിൻ്റെ കമ്പ് കൊണ്ട് കെട്ടിയിട്ട് തല്ലുമേടിച്ചിട്ടുള്ളവരാണ് നമ്മൾ. നമ്മുടെ കുട്ടികൾ, നമ്മുടെ ചെറുപ്പത്തിലൊക്കെ ഉമ്മമാരുണ്ടായിരുന്നു, ചട്ടുകം പഴിപ്പിച്ച് ചന്തിക്ക് വെക്കുമായിരുന്നു. ആലോചിച്ച് നോക്കി, എന്ത് ക്രൂരമായൊരു കാര്യമാണ്. ആലോചിച്ച് നോക്കുക. ഇന്നത്തെ കാലത്ത് ചെയ്യാൻ കഴിയോ? ഇന്നത്തെ കാലത്ത് ചെയ്യാൻ കഴിയില്ല, ചിന്തിക്കാൻ പോലാവില്ല. നമ്മളൊന്നത് അതിനെപ്പറ്റി ആലോചിക്കുകയില്ല. ചട്ടുകം പോയിട്ട് സൂചി പോലും നമ്മൾ എടുക്കില്ല. നമ്മൾ അങ്ങനെയാണ്. ഇവിടെ കുട്ടികളെ സ്നേഹിക്കുന്നവരാണ്, കുട്ടികളെ വല്ലാതെ സ്നേഹിക്കുന്നവരാണ്. സഹോദരങ്ങളെ, തെറ്റു വന്നാൽ ഇന്നും നമ്മൾ അറിയാതെ പല ചട്ടുകങ്ങളും എടുക്കുന്നുണ്ട്. നമ്മൾ അറിയാതെ പല ചൂട്ടും വെട്ടുന്നുണ്ട്. നമ്മൾ പല മടക്കലകളും നമ്മൾ വെട്ടുന്നുണ്ട്. അതെങ്ങനെയാണെന്നറിയുമോ? ശക്തമായ ഇമോഷണൽ ഡ്രാമയിലൂടെ ഈ കുട്ടികളെ നമ്മൾ ഇങ്ങനെ വരിഞ്ഞു മുറുക്കാണ്, ഭയങ്കരമായ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരികയാണ്. സഹോദരങ്ങളെ, കുട്ടികളുടെ തെറ്റിനെ തിരുത്തേണ്ട ആദ്യത്തെ ടൂള് ഈ ഫിത്ര എന്ന് പറയുന്ന പദമാണ്. അതിനെ തിരിച്ചറിയലാണ്. അതെന്താണെന്നറിയുമോ? എങ്ങനെയാണ് തിരുത്തേണ്ടത്? ഏത് സിറ്റുവേഷനിൽ നിന്നാണ് കുഞ്ഞിന് ആ തെറ്റ് കിട്ടിയത് എന്ന് മാതാവ് അല്ലെങ്കിൽ പിതാവ് തിരിച്ചറിയലാണ്. അതിനെ തിരുത്തലാണ്. അങ്ങനെ തിരുത്താൻ ശ്രമിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ആദ്യം തിരുത്തേണ്ടി വരിക
നമ്മളെയായിരിക്കും. പലപ്പോഴും ആദ്യം സിറ്റുവേഷൻസ് നേരെയാക്കേണ്ടി വരിക അവൻ്റെ വീട്ടിലെയായിരിക്കും. പലപ്പോഴും നേരെയാക്കേണ്ടി വരിക അവൻ്റെ സുഹൃത്തുക്കളുടെ വിഷയത്തിലായിരിക്കും. അതല്ലാതെ ഒരു കുഞ്ഞിൻ്റെ ക്യാരക്ടറിൽ അല്ലാഹു തആല ഒരിക്കലും കളങ്കം വെച്ചിട്ടില്ല. അവൻ്റെ ഉള്ളിൽ നിന്ന് അവൻ അറിഞ്ഞുകൊണ്ടൊരു തെറ്റ് വരില്ല. അതാണ് ഫിത്ര എന്ന് പറയുന്ന വാക്കിനർത്ഥം. അപ്പൊ ആദ്യത്തെ റൂൾ ഇതാണ്: തെറ്റുകളെ തിരുത്തേണ്ടത് സിറ്റുവേഷൻസ് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം. ഇത് ദീനിന്റെ അടയാളപ്പെടുത്തലാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഓർമ്മപ്പെടുത്തലാണ്. കുഞ്ഞുങ്ങളെ തിരുത്തേണ്ടത് അങ്ങനെയാണ്. ആദ്യത്തെ കാര്യം അതാണ്. രണ്ടാമത്തെ ഒരു പോയിന്റ്, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മൾ നമ്മുടെ മക്കൾക്ക് മാതൃകയാകണം എന്നുള്ളതാണ്. നമ്മുടെ മക്കളുടെ റോൾ മോഡൽസ് ഉമ്മയും ഉപ്പയുമായിരിക്കണം. നമ്മളെ കണ്ട് നമ്മുടെ മക്കൾ വളരണം. മഗ്‌രിബിന് ശേഷം കുട്ടികൾ യാസീൻ ഓതണം എന്നുള്ളത് നമ്മളുടെ ഒരു ആഗ്രഹമാണ്, അല്ലെ? കുറച്ച് നേരം ദിക്ർ ചൊല്ലണം. കുറെ പഠിക്കാനൊക്കെ ഉണ്ടാവും. എന്നാലും നമ്മൾ പറയും, നമ്മൾ പണ്ടിങ്ങനെ ഹസ്ബി റബ്ബി ജല്ലല്ലാ പണ്ടത് കേൾക്കായിരുന്നു. നമ്മുടെ വീടുകളിൽ നമ്മുടെ ഉമ്മമാരും ഉപ്പമാരും ഒരുമിച്ചിരുന്ന് പറയിപ്പിക്കുമായിരുന്നു. മൗലിദും മാലയുമെല്ലാം ഓതിപ്പിക്കുമായിരുന്നു. തമിഴ്നാട്ടിലെ മാലയെല്ലാം ഓതിയിരുന്നൊരു കാലമുണ്ട്. നമ്മുടെയൊക്കെ തെരുവുകളിൽ, നമ്മുടെയൊക്കെ വീടിൻ്റെ അകങ്ങളിൽ ബിസ്മിയും ഹംദും സലാത്തും നൽസലാമും മുന്നേ ബിള്ളിന് ഫീസത്ത് മാല ഞാൻ തുടങ്ങിയിടുന്നേ. ഞാൻ പണ്ട് പഠിച്ചാണ് കേട്ടോ, ഇപ്പൊ ഇത് ഓതിയതല്ല. വണക്കത്തുക്ക് പാത്രമാനവൻ യാരുമില്ലേ അല്ലാഹു തആല ഒയ്ത്തവരെ. എന്താ സാധനം മനസ്സിലായോ? മദ്രസയിൽ ആദ്യം ലാ ഇലാഹ ഇല്ലല്ലാഹുടെ അർത്ഥം പഠിപ്പിച്ചത് അങ്ങനെയാണ്. വണക്കത്തുക്ക് പാത്രമാനവൻ. കാരണം അന്നുണ്ടായിരുന്ന ഒരു തമിഴ് ഉസ്താദായിരുന്നു. ആ ഉസ്താദിന് മലയാളം അറിയില്ല. അപ്പൊ ആ ഉസ്താദ് പഠിപ്പിച്ചത് അങ്ങനെയാണ്: വണക്കത്തുക്ക് പാത്രമാനവൻ യാരുമില്ലേ അല്ലാഹു തആല ഒയ്ത്തവരെ. അള്ളാഹു ഒഴികെ വണക്കത്തുക്ക് പാത്രമാനവൻ യാരുമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹുടെ അർത്ഥം പഠിപ്പിച്ചത് അങ്ങനെയാണ്. സഹോദരങ്ങളെ, നമ്മുടെ മക്കൾക്ക് നാം മാതൃകയാവുക എന്ന് പറഞ്ഞാൽ ആ പോയിന്റിന്റെ അർത്ഥം എന്താണെന്ന് അറിയുമോ? അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മളുടെ മുൻഗാമികളായ നമ്മളുടെ അയിമ്മത്തുകളുടെ ഉമ്മമാരെയും ഉപ്പമാരെയും നാം ഒന്ന് ഓർക്കണം. നമ്മുടെ നേതാവായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഓർക്കണം. നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ മകള് നടന്നു വരുന്നത് കാണുമ്പോൾ എഴുന്നേറ്റിരുന്നിട്ട് മോൾ ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടോ മോളോട്? അങ്ങനെ പറയാൻ നമുക്ക് സാധിക്കുമോ? മനസ്സിലായ? നമ്മൾ വരുമ്പോൾ മോളെ എഴുന്നേക്കണം, അതൊരു റൂളാണ്, അല്ലേ? നമ്മൾ വരുമ്പോൾ മോളെ എഴുന്നേറ്റ് മാറി നിൽക്കുക എന്നുള്ളത് ഒരു റൂളാണ്. മോള് മാറി നിൽക്കും. നിന്നില്ലെങ്കിൽ ഉമ്മ പറയും എഴുന്നേറ്റ് ഉപ്പ ഇരിക്കട്ടെ എന്ന് പറയും. പക്ഷെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സങ്കല്പിക്കാൻ സാധിക്കുന്നുണ്ടോ ഒരു പിതാവിനെ കുറിച്ച്? മോള് വരുമ്പോൾ ആ പിതാവ് എഴുന്നേറ്റ് മാറിക്കും, എന്നിട്ട് മോളോട് പറയും നീ ഇവിടെ ഇരിക്കുകയെന്ന്. ആരായിരുന്നു ആ പിതാവ് എന്നറിയുമോ? ആ പിതാവിന്റെ പേര് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ എന്നാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കരളിന്റെ കഷ്ണം എന്ന് വെറുതെയല്ല ഫാത്തിമ ബീവിയെ വിളിച്ചത്. അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ മജ്ലിസിൽ ഇരിക്കുമ്പോൾ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ നടന്നു വരുന്നത് കണ്ടാൽ പരിശുദ്ധ റസൂൽ ഇരിപ്പിടത്തിൽ നിന്ന് അല്പം മാറിയിരിക്കുമായിരുന്നു എന്നാണ്. എന്നിട്ട് തൻ്റെ തലയിൽ കിടക്കുന്ന റിദാഇനെ, മേൽത്തട്ടത്തെ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഇരിപ്പിടത്തിൽ വിരിക്കും. നബി തങ്ങൾ പറയും വാ മോളെ ഇവിടെ ഇരിക്കുക എന്ന് പറയും. ഒന്നാലോചിച്ച് നോക്കി, കുഞ്ഞുങ്ങളോട്, നമ്മുടെ മക്കളോട് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ എപ്പോഴെങ്കിലും അതിങ്ങനെ അറ്റാച്ച്മെന്റ് ഭയങ്കരമായി നിൽക്കുന്ന, ഇമോഷണലായി നമ്മൾ ഭയങ്കര അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുന്ന സമയത്താണെങ്കിൽ പോലും എനിക്കോ നിങ്ങൾക്കോ ഈ ഒരു കാഴ്ച സങ്കല്പിക്കാനാവണുണ്ടോ? ഫാത്തിമ ബീവിയും അല്ലാഹുവിന്റെ റസൂലും അങ്ങനെയായിരുന്നു. വെറുതെ സ്നേഹം എന്ന് പറയല്ല ചെയ്തത്, വെറുതെ തർബിയത്ത് ഉണ്ടാക്കുകയല്ല ചെയ്തത്. ഫാത്തിമ ബീവിയുടെ സംഭവം. രണ്ടാമത്തെ കാര്യം അതാണ്. ഒരിക്കൽ അലി റളിയല്ലാഹു തആല അൻഹുവിന് വലിയ ടൈറ്റ് ഉണ്ടായിരുന്ന ഒരു സമയം. ഭയങ്കര സമ്പത്തൊന്നും ഇല്ലായിരുന്നല്ലോ അവർക്ക്. അവരുടെ ദുനിയാവിന്റെ വിജയം അങ്ങനെ ഭയങ്കര പളപളപ്പും വലിയ സമ്പത്തൊന്നും അല്ലായിരുന്നു. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ അവர்கள் ഒരു പെരുന്നാളിന്റെ സമയത്ത് നല്ല വസ്ത്രം അവർക്ക് രണ്ടുപേർക്കും ഇല്ലാന്നറിഞ്ഞപ്പോ, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ ഇല്ലാന്നറിഞ്ഞപ്പോ, അവരുടെ കയ്യിലുണ്ടതിനേക്കാൾ നല്ല വസ്ത്രം തൻ്റേതാണ് എന്ന് മനസ്സിലാക്കിയപ്പോ ഒരിക്കൽ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ
തൻ്റെ സാരി വെട്ടി കൊടുക്കുന്നുണ്ട് മക്കൾ ഉടുപ്പായിട്ട്. ഉദാഹരണത്തിന് പറഞ്ഞാണ്, തൻ്റെ പുതിയ വസ്ത്രം അത് രണ്ടായി മുറിച്ചിട്ട് തൻ്റെ മക്കൾക്ക് വസ്ത്രം തുന്നി കൊടുക്കുകയാണ് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ. ആ തർബിയത്ത് കിട്ടിയത് എവിടെ നിന്നാണ്? എങ്ങനെയാണ്? ആര്? ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയും അല്ലാഹുവിന്റെ റസൂലും തമ്മിലുള്ള അറ്റാച്ച്മെന്റും ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമായും ഫാത്തിമ ബീവിയും തമ്മിലുള്ള അറ്റാച്ച്മെന്റും ഒരു പിതാവ് മാതാവ് മക്കൾ എന്ന നിലയിൽ തീർച്ചയായും വായിച്ചിരിക്കേണ്ട ഒരു എപ്പിസോഡാണ്. നമ്മളത് വായിക്കാതെ പോകരുത്. നമ്മൾ വായിക്കേണ്ടത് പലതരം നോവലുകളോ അല്ലെങ്കിൽ നമ്മുടെ ഈ ഓൺലൈനിൽ വരുന്ന നമ്മൾ സ്ക്രോൾ ചെയ്ത വിഷയങ്ങളല്ല. നമ്മളുടെ ജീവിതത്തെ ബാധിക്കുന്ന വിഷയങ്ങളെ തിരിച്ചറിയണം, അതിൻ്റെ മാതൃകയെ തിരിച്ചറിയണം. മഹദിയായ ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹിയുടെ ഉമ്മ, സുബ്ഹാനല്ലാഹ്, എന്തൊരു ഉപദേശമാണെന്നറിയോ? ഷാഫി റളിയല്ലാഹു തആല അൻഹു അവർ പറയുന്നുണ്ട്, കുന്തു യതീമൻ ഫി ഹിജ്രി ഉമ്മി, എൻ്റെ ഉമ്മയുടെ മടിത്തട്ടിൽ ഞാനൊരു യതീമായി വളർന്നു വന്നയാളാണ്. ഉസ്താദിൻ്റെ അടുക്കലേക്ക് എന്നെ പറഞ്ഞു വിടുമ്പോൾ ഉസ്താദിന് കൊടുക്കാനുള്ള ഫീസ് പോലും എൻ്റെ ഉമ്മയുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. എൻ്റെ ഉമ്മ ഉസ്താദിനോട് വന്ന് പറഞ്ഞത് ഇങ്ങനെയാണ്, ഉസ്താദെ, നിങ്ങൾ എൻ്റെ മോനെയും കൂടി ഒന്ന് പഠിപ്പിക്കണം. എൻ്റെ കയ്യിൽ നിങ്ങൾക്ക് തരാനായിട്ടൊന്നുമില്ല. ഒഴിവ് സമയത്ത് അവനെ വീട്ടിലേക്ക് വിടണ്ട, ഇവിടെയുള്ള ബാക്കിയുള്ള മക്കളെ അവൻ നോക്കിക്കോളൂ. അതിനുവേണ്ടി നിങ്ങൾ അവനെ ഉപയോഗിച്ചോളൂ. പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ പഠിപ്പിച്ചു കൊടുത്താൽ മതി. ഇതാണ് ഷാഫിഈ റഹ്മത്തുള്ളാഹിയുടെ ഉമ്മ പറഞ്ഞത്. അതേ ഷാഫിഈ റഹ്മത്തുള്ളാഹിയുടെ ഉമ്മ തൻ്റെ മകനോട് മക്കയിലെ വിദ്യാഭ്യാസം പൂർത്തിയായി മദീനയിലേക്ക് പോകുന്ന വഴിയിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, മോനെ, കുറെ പഠിച്ച് അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. കുറെ പഠിച്ചു, ഇനി അടുത്ത സ്ഥലത്തേക്ക്, അടുത്ത ഉസ്താദിന്റെ അടുത്തേക്ക് പോവാണ്. ഞാൻ നിന്നെ നേർച്ചയാക്കിയിരിക്കുന്നത് ദീനിന്റെ ഒരു ഹാദിമായി മാറാനാണ്. അതുകൊണ്ട് തഅല്ലം ലിആഖിറതിക വലാ തഅല്ലം ലിദുനിയാക. നീ പഠിക്കുന്നുണ്ടെങ്കിൽ നിന്റെ ആഖിറത്തിന് വേണ്ടി പഠിച്ചാൽ മതി, ദുനിയാവിന് വേണ്ടി മോൻ പഠിക്കണ്ട എന്ന് ഉമ്മമാര് കൊടുത്ത ഉപദേശം അങ്ങനെയാണ്. ഇമാം ഷാഫിഈയാക്കി മാറ്റിയത് ആ ഉമ്മയാണ്. സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി തആല അലൈഹി അവറുകൾ എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ആ മഹാനായ പണ്ഡിതന്റെ ഉമ്മയുടെ ഒരു വാക്കുണ്ട്. എൻ്റെ മോനെ പറഞ്ഞു വിടുമ്പോൾ പറയുന്നുണ്ട്, മോനെ, മുംബൈ പഠിച്ചോ, പോയി കിതാബ് ഓടിക്കേ, ഉസ്താദ്മാരുടെ അടുത്ത് പോയിട്ട് ഓത്. ഞാൻ ഇവിടെ നൂല് നൂറ്റോളാം, വസ്ത്രങ്ങൾ നെയ്തോളാം, തയ്ച്ചോളാം. നീ പഠിച്ചു വരുന്നത് വരെ വീട്ടിലെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം, നിന്റെ കാര്യവും ഞാൻ നോക്കിക്കോളാം. നീ പഠിച്ചോ, പോയി പഠിക്കേ. അങ്ങനെയാണ് പഠിക്കാൻ വിട്ടത്. സഹോദരങ്ങളെ, കുറെ കഴിഞ്ഞപ്പോ ആ ഉമ്മ സുഫിയാൻ സൗരിക്ക് നൽകുന്ന ഒരു ഉപദേശമുണ്ട്. താരീഖ് ദിമഷ്കിൽ മഹാനായ ഇബ്നു അസാക്കിർ റഹിമഹുല്ലായും സിയറു അഅ്ലാമിൻ നുബല എന്ന് പറയുന്ന വിശ്വവിഖ്യാതമായ ഒരു ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിൽ ഇമാം ദഹബിയും എഴുതുന്നുണ്ട് ഈ വാക്ക്. സുഫിയാൻ സൗരിയുടെ ഉമ്മയുടെ വാക്ക് തങ്കലിബുകളിൽ എഴുതിയ വാക്കാണ്. മോനെ, മോനോട് 10 ഹദീസ് പഠിച്ചാൽ ആ 10 ഹദീസ് നിന്റെ സ്വഭാവത്തിൽ വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. നിന്റെ വ്യക്തിത്വത്തിൽ അത് നിഴലിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. നിന്റെ വഖാറിൽ അത് നിഴലിക്കുന്നുണ്ടോ, നിനക്ക് ഗാംഭീര്യമുണ്ടാകുന്നുണ്ടോ, ദീനിയായ ഒരു ബോധം, ആ 10 ഹദീസിന്റെ ബോധം നിനക്ക് ഉണ്ടാകുന്നുണ്ടോ എന്ന് നീ ശ്രദ്ധിക്കണം. അങ്ങനെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നീ പഠിച്ചോ, ഞാൻ ഇവിടെ തയ്ച്ചോണ്ടിരുന്നോളാം. പഠിച്ചിട്ടും നിന്റെ ജീവിതത്തിൽ അത് കാണുന്നില്ലെങ്കിൽ നിർത്തിയേക്കണം, അത് നിനക്കൊരിക്കലും ഉപകാരപ്പെടില്ല, തിരിച്ചു പോന്നേക്ക് എന്ന് പറഞ്ഞിട്ടാണ് സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹിയുടെ ഉമ്മ ആ മകനെ പറഞ്ഞു വിട്ടത്. ആരാണ് മാതൃകയാവേണ്ടത്? സഹോദരങ്ങളെ, എൻ്റെയും എൻ്റെ മക്കളുടെയും മാതൃക അപ്പുറത്തെ വീട്ടിലെ ഉസ്താദല്ല, വല്ലാഹി ഉസ്താദല്ല. നിങ്ങൾ വിചാരിക്കണ്ട ഉമറുൽ ഫാറൂഖിലെ ഉസ്താദുമാരാണ് നിങ്ങളുടെ മക്കളുടെ മാതൃക എന്ന് വിചാരിക്കണ്ട. അവരുടേതായ ഒരു പോയിന്റ് നിർവഹിക്കുക മാത്രമാണ് ചെയ്യുന്നത്. മക്കളുടെ മാതൃക ഉപ്പയും ഉമ്മയാണ്, വേറെ ഒരാളുമല്ല. മഗ്‌രിബിന് ശേഷം കുഞ്ഞി യാസീൻ ഓതണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ആ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് ചെയ്യുന്നത് പോലെയല്ല ചെയ്യേണ്ടത്. നമ്മളിങ്ങനെ മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, എടാ നീ യാസീൻ ഓതിയോ, വേഗം ഓതിക്കേ. നമ്മൾ പിന്നെ യൂട്യൂബിലാണ്, നമ്മൾ പിന്നെ സ്ക്രോളിങ്ങിലാണ്. നമ്മുടെ മക്കൾ യാസീൻ ഓതുന്നില്ല, പേടിച്ചിട്ട് യാസീൻ ഓതുമായിരിക്കും. അതവന്റെ ലോജിക്കിന് യോജിക്കുന്ന കാര്യമല്ല. മറിച്ച് മഗ്‌രിബിന് ശേഷം നിരന്തരമായി ഉമ്മ വുളു എടുത്ത് വന്നിരുന്ന് യാസീൻ ഓതുന്ന ഒരു കാഴ്ച ഉണ്ടാക്കട്ടെ, ഉപ്പ ആ ഒരു കാഴ്ച ഉണ്ടാക്കട്ടെ. ആ മക്കൾ പിന്നെ മഗ്‌രിബിന് ശേഷം മരണം വരെ യാസീൻ ഓതാതിരിക്കില്ല.
അതാണ് ബിക്കം ദ റോൾ മോഡൽ എന്ന് പറഞ്ഞാൽ. റോൾ മോഡൽ ആയിത്തീരുക എന്ന് പറഞ്ഞാൽ അതാണ്. നീ ദിക്റില്ലയോ, നീ നിസ്കരിച്ചോ എന്ന് ചോദിക്കണ്ട, നീ നിസ്കരിച്ച് കാണിച്ചു കൊടുത്താൽ മതി. നീ എപ്പോഴും ലേറ്റ് ആയിട്ടാണ് എഴുന്നേക്കണത്, നീ എപ്പോഴും ലേറ്റ് ആയിട്ടാണ് നിസ്കരിക്കണത്, നോക്കേണ്ടത് കുഞ്ഞിന്റെ ഉള്ളിലേക്കല്ല. ഉപ്പ ലേറ്റ് ആയിട്ടാണോ നിസ്കരിക്കണമെന്ന് നോക്കണം, ഉമ്മ ലേറ്റ് ആയിട്ടാണോ നിസ്കരിക്കണമെന്ന് നോക്കണം. ഉമ്മ ലേറ്റാണ്, ഉപ്പ ലേറ്റാണ്, കുഞ്ഞ് ലേറ്റായിരിക്കും. പിന്നെ കുഞ്ഞിനെ തല്ലിയിട്ടൊന്നും കാര്യമൊന്നുമില്ല, ആ തല്ലൊന്നും ഗുണപ്പെടുകയുമില്ല. അതൊക്കെ ഉപദ്രവങ്ങളാണ്, ഇത് രണ്ടാമത്തെ ഒരു കാര്യമാണ്. മൂന്നാമത്തെ കാര്യം സഹോദരങ്ങളെ ചുരുക്കി പറയാം. മൂന്നാമത്തെ കാര്യം കുട്ടികളോട് മയമായി പെരുമാറുക എന്നുള്ളതാണ്. കൈൻഡ്നെസ്, പൊളൈറ്റ്നെസ്. അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു പരാതി പറയുന്നുണ്ട് വിശുദ്ധ ഖുർആൻ സൂറത്തു സുഹ്റുഫ്. ഇന്ന് രാവിലെ ഞാൻ തഅലീമിൽ എടുത്തൊരു ഭാഗമാണ്, അത് ഓതിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ ഓർത്തു, അൻസാബ് ഉസ്താദ് എന്ന് വിളിച്ചിട്ടുണ്ടല്ലോ, ഇതും കൂടി പറയാം. വഖീലിഹി യാ റബ്ബി ഇന്ന ഹൗലായി ഖൗമുൻ ലാ യഅലമൂൻ. അള്ളാഹുവിന്റെ റസൂലിന്റെ വാക്ക് അള്ളാഹു കേൾക്കുന്നുണ്ട്. എന്റെ ജനത എന്നെ അനുസരിക്കുന്നില്ല അള്ളാഹുവേ. ശിക്വയാണ്, വേവലാതിയാണ്, പരാതിയാണ്. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് എഴുതുന്നുണ്ട്, അള്ളാഹുവിന്റെ റസൂലിന്റെ ശിക്വയാണ്, പരാതിയാണ്. മറുപടി എന്താണ് ഖുർആൻ പറഞ്ഞതെന്നറിയോ? എന്റെ മക്കൾ എന്നെ അനുസരിക്കുന്നില്ല എന്ന് പറയുന്ന പേരന്റിനുള്ള മറുപടിയാണ്. ഫസ്ഫഹ് അൻഹും വഖുൽ സലാം. മാപ്പ് ചെയ്തു കൊടുക്ക്. വഖുൽ സലാം, നല്ല വാക്കുകൾ മാത്രം പറയേ, ബാക്കി അവർ മനസ്സിലാക്കിക്കൊള്ളും എന്ന്. ഫസൗഫ യഅലമൂൻ. അങ്ങനെ വേണം. പേരന്റിങ്ങിന്റെ മൂന്നാമത്തെ റൂൾ അതാണ്, കൈൻഡ്നെസ് ആണ്. കുട്ടികളോട് ദയാപൂർവമായി പെരുമാറണം, പൊളൈറ്റ്നെസ് ആണ്, ക്ഷമയോടുകൂടി പെരുമാറണം, മേഴ്സി വേണം, ഭയങ്കരമായ കരുണ വേണം, കുട്ടികളോട് കാരുണ്യത്തോടുകൂടി ഇടപെടണം. സഹോദരങ്ങളെ, തീർക്കുകയാണ് ഇൻഷാ അല്ലാഹ്. നാലാമത്തെയും അഞ്ചാമത്തെയും പോയിന്റ് ഉണ്ട്. നാലാമത്തെ പോയിന്റ് എന്താണെന്ന് അറിയുമോ? നാലാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ബൗണ്ടറീസ് സെറ്റ് ചെയ്യലാണ്. കുട്ടികളുടെ ബൗണ്ടറി എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത്? അങ്ങോട്ട് പോകല്ലേ, ഇങ്ങോട്ട് പോകല്ലേ, അത് ചെയ്യല്ലേ, ഇത് ചെയ്യല്ലേ. അരുതുകളുടെ ചുറ്റുമാണ് നമ്മുടെ കുട്ടികൾ ഇങ്ങനെ വളർന്നു വരുന്നത്, അല്ലേ? അരുതുകളുടെ ചുറ്റും. അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അത് പിടിക്കരുത്, അത് എടുക്കല്ലേ. അരുതുകളുടെ ചുറ്റുമാണ്. ബൗണ്ടറികൾ ആരാണ് നിശ്ചയിക്കേണ്ടത്? ബൗണ്ടറികൾ ദീൻ നിശ്ചയിച്ചിട്ടുണ്ട്. ചെയ്യേണ്ടത് എന്താണെന്നും ചെയ്യാൻ പാടില്ലാത്തത് എന്താണെന്നും ഇനി ഡൗട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നും വരെ ദീൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അൽ ഹലാലു ബയ്യിനാൻ വൽ ഹറാമു ബയ്യിനാൻ. ഡൗട്ടുള്ള കാര്യങ്ങൾ അത് വിട്ടേക്ക്, അതും എടുക്കണ്ട എന്നാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. ബൗണ്ടറി ആര് നിശ്ചയിച്ചേക്കണതാണ്? ബൗണ്ടറി നമ്മളുടെ നിയന്ത്രണത്തിലുള്ള കാര്യമൊന്നുമല്ല. നമ്മുടെ കമാൻഡ്, നമ്മളുടെ ആജ്ഞകൾ, നമ്മളുടെ നിരോധനങ്ങൾ സഹോദരങ്ങളെ ദീന്റെ നിരോധനങ്ങളാവണം. ദീൻ നിരോധിച്ച കാര്യങ്ങൾ കുട്ടികൾക്ക് നിരോധിക്കണം, ദീൻ അനുവദിച്ച കാര്യങ്ങൾ കുട്ടികൾക്ക് അനുവദിക്കണം. ഒറ്റ വാക്കിൽ ഒരുപാട് വിശദീകരണം ഉണ്ട്. ദീൻ നിരോധിച്ചത് അനുവദിക്കരുത്. അത് അനുവദിച്ചാൽ കുട്ടികളുടെ ക്യാരക്ടറിൽ ഭയങ്കരമായ മാറ്റമുണ്ടാകും, നിഫാഖ് ഉണ്ടായി പോകും, അല്ലേ? നബിതങ്ങൾ പറയുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പാട്ടുണ്ടല്ലോ, വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പാട്ട്, ഇതേത് പാട്ടായാലും, അത് മാപ്പിളപ്പാട്ടാണെങ്കിലും ഇംഗ്ലീഷ് പാട്ടാണെങ്കിലും ഹിന്ദി പാട്ടാണെങ്കിലും ഫിലിം സോങ്സ് ആണെങ്കിലും എന്താണെങ്കിലും, വാദ്യോപകരണങ്ങൾ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിഫാഖ് ഉണ്ടാക്കും എന്ന് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലേ? ഇവിടെ പാട്ട് കേൾക്കുന്ന എത്ര ഉമ്മമാരുണ്ടെന്ന് ചോദിച്ചാൽ, എത്ര ഉപ്പമാരുണ്ടെന്ന് ചോദിച്ചാൽ മിക്കവാറും എല്ലാവരും കൈവക്കും. നമ്മൾ പാട്ട് കേൾക്കുന്നവരാണ്, നമ്മുടെ യാത്രകളിൽ പാട്ട് കേൾക്കുന്നവരാണ്. ആലോചിച്ച് നോക്കി, ഇവിടെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ നമ്മൾ എന്നിട്ട് ബൗണ്ടറി നിശ്ചയിക്കുകയാണ്. ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാണ് കേട്ടോ, ചെറിയൊരു ഉദാഹരണം. ഹറാമിനെ ഹറാമായി മക്കൾക്ക് മനസ്സിലാക്കി കൊടുക്കണം. അത് കുട്ടികൾ നമ്മളിലൂടെ തിരിച്ചറിയണം. ബൗണ്ടറികളെ നാം കീപ്പ് ചെയ്യണം. ബൗണ്ടറികൾ കീപ്പ് ചെയ്യുന്ന മക്കൾക്ക് പ്രോത്സാഹനങ്ങൾ നൽകണം. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഒരു മഞ്ചിന്റെ ബോക്സ് ഉണ്ടാവണം, ഒരു പെർക്കിന്റെ ബോക്സ് ഉണ്ടാവണം. എന്ത് നന്മ കുട്ടി ചെയ്തോ ഒരു മഞ്ചെടുത്ത് ആ കുഞ്ഞിന് പ്രോത്സാഹനമായിട്ട് കൊടുക്കണം. ആഴ്ചയിലൊരിക്കൽ മക്കൾക്കിടയിൽ ഏറ്റവും കൂടുതൽ വഖത്ത് നിസ്കരിച്ച മോന് സമ്മാനം, ഏറ്റവും കൂടുതൽ വഖത്ത് നിസ്കരിച്ച മോൾക്ക് സമ്മാനം. അമലി ചാർട്ട് എന്നൊക്കെ പറഞ്ഞല്ലോ, ആ ചാർട്ട് ഉമറുൽ ഫാറൂഖിന് മാത്രമല്ല എടുക്കേണ്ടത്, വീട്ടിലെടുക്കണം. എല്ലാ ആഴ്ചയും സമ്മാനം കൊടുക്കണം. മനസ്സിലായ സഹോദരങ്ങളെ? അൽ ഇൻസാനു അബ്ദുൽ ഇഹ്സാൻ എന്നാണ്. സമ്മാനങ്ങളുടെ അടിമയാണ് മക്കൾ. മനുഷ്യൻ സമ്മാനങ്ങളുടെ അടിമയാണ്. അതങ്ങനെയാണ്. അതുകൊണ്ട് കുട്ടികൾക്ക് ബൗണ്ടറികൾ കീപ്പ് ചെയ്യുമ്പോൾ പ്രോത്സാഹനം കൊടുക്കണം. അഞ്ചാമത്തെ റൂളും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ആ റൂളിയും മഹാനായ
അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഒരു ഭയങ്കര കാഴ്ചപ്പാടാണ്. ഞാൻ വളരെ ചുരുക്കി പറയാണ്, ഒരു 777 പ്രോഗ്രാമാണ്. 777 പ്രോഗ്രാം എന്താണെന്നറിയോ? 0 to 7. മഹാനായ ഇമാം അലി റളിയല്ലാഹു തആല അൻഹു അവരുടെ വാക്കാണ്. ആദ്യത്തെ 7 വയസ്സിൽ എന്ത് ചെയ്യണം, രണ്ടാമത്തെ 7 വയസ്സിൽ എന്ത് ചെയ്യണം, മൂന്നാമത്തെ 7 വയസ്സിൽ എന്ത് ചെയ്യണം. ആദ്യത്തെ 7 വയസ്സ് കുട്ടികൾക്ക് സ്നേഹവും സംരക്ഷണവും ഒരുക്കി കൊടുക്കണം, അവരോടൊപ്പം കളിക്കണം. ഞാൻ കുറേ വിശദീകരിക്കേണ്ട സാധനമാണ്, വളരെ ചുരുക്കി പറയാണ്. ആദ്യത്തെ 7 വയസ്സ് അവർക്ക് സേഫ്റ്റി ഒരുക്കണം, സെക്യൂരിറ്റി ഒരുക്കണം, അവരുമായി സ്നേഹം പങ്കിടണം, അവരുമായി കളിക്കാൻ കൂടണം, അല്ലേ? രണ്ടാമത്തെ 7 വയസ്സ് 7 മുതൽ 14 വരെ തഅദീബിൻ്റെ പ്രായമാണ്, വിദ്യാഭ്യാസത്തിൻ്റെ പ്രായമാണ്. അവർക്ക് ദീനിയായ ക്യാരക്ടറൈസേഷൻ ഉണ്ടാക്കേണ്ട പ്രായമാണ്. രണ്ടാമത്തെ 7 അഥവാ 7 മുതൽ 14 വയസ്സ് വരെയുള്ളത്. 14 മുതൽ 21 വയസ്സ് വരെ അവിടെ പറയുന്ന പ്രോഗ്രാം എന്താണെന്നറിയോ സഹോദരങ്ങളെ? നിങ്ങൾ നിങ്ങളുടെ കുട്ടികളുടെ കൂട്ടുകാരായി മാറണം എന്നാണ്. നിങ്ങൾ നിങ്ങളുടെ കുട്ടികളുടെ കൂട്ടുകാരായി മാറണം. ഉത്തരവാദിത്തങ്ങൾ കൊടുക്കണം, ചെറിയ ചെറിയ റെസ്പോൺസിബിലിറ്റീസ് കൊടുക്കണം. അതിന് അവന് സഹായിയായി മാറുകയും വേണം. ഈ 777 റൂൾ ഭയങ്കരമായ റൂളാണ്. സൈക്കോളജിക്കലി ഭയങ്കരമായി ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു സാധനമാണ്. നിങ്ങൾ വെറുതെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരും അത്യാവശ്യം വിവരവും വിദ്യാഭ്യാസമൊക്കെ ഉള്ളവരാണല്ലോ. മഹാനായ അലി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഈ 777 പ്രോഗ്രാം ഒന്ന് വായിച്ചു നോക്കി. ഈ 5 ഫണ്ടമെൻ്റൽ റൂൾസ് പേരൻറ്റിങ്ങിൻ്റെ അടിസ്ഥാനപരമായ സാധനമാണ്. ഇതൊന്നും പാലിക്കാതെ ഈ ഫാസ്റ്റായ കോഗ്നിറ്റീവ് സ്റ്റിമുലേഷൻസും ഭയങ്കരമായ നിലയിൽ പോയിക്കൊണ്ടിരിക്കുന്ന മക്കളുടെ മുമ്പിൽ ഞാൻ ഭയങ്കര അടിപൊളി രക്ഷിതാവാണ്, എൻ്റെ ഒരു വിരൽത്തുമ്പിൻ്റെ മുമ്പിൽ അവൻ നിന്നോളും, അവൻ ഇരുന്നോളും എന്നൊക്കെ വ്യാമോഹിച്ചാൽ നമുക്കിപ്പോഴും നേരം വെളുത്തില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഉപ്പമാരും ശ്രദ്ധിക്കണം, ഉമ്മമാരും ശ്രദ്ധിക്കണം. ദീനിയായ വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യകതയും നമ്മളുടെ മുമ്പിൽ എപ്പോഴും തെളിഞ്ഞു നിൽക്കണം. മദ്രസകളുടെ ആവശ്യകതകൾ, കുട്ടികൾക്ക് മോഡേൺ ലെവൽ സിറ്റുവേഷൻസ്, മോഡേൺ ലെവൽ വിദ്യാഭ്യാസം നമ്മളിങ്ങനെ ഭയങ്കരമായി കൊടുത്ത് അതിൻ്റെ ഗ്രാഫ് പരമാവധി നമ്മളിങ്ങനെ ഉയർത്തിക്കൊണ്ട് പോവുകയും വേണം. നല്ല മിടുക്കന്മാരായ വക്കീലന്മാരും ഡോക്ടേഴ്സും എൻജിനീയേഴ്സും ഒക്കെ കമ്മ്യൂണിറ്റിക്ക് വേണം. പക്ഷേ ഈ മോഡേൺ ഗ്രാഫ് ഇങ്ങനെ ഉയരുമ്പോൾ മോറൽ ഗ്രാഫ് ഇങ്ങനെ താന്നു പോകാൻ പാടില്ല. മോറൽ ഗ്രാഫും സെയിം ലെവലിൽ ഉയർത്തിക്കൊണ്ട് വരണം. ഈ മോഡേൺ ലെവലിൻ്റെ ഒരു കോമ്പിനേഷൻ ഉണ്ട്. അതായിരിക്കണം നമ്മുടെ കുട്ടികളുടെ ക്യാരക്ടർ. ഖുർആൻ ഓതുന്ന ഡോക്ടർമാരുണ്ടാവണം, മനസ്സിലാകുന്നുണ്ടോ? കള്ളം പറയാത്ത വക്കീലന്മാരുണ്ടാവണം, നല്ല എത്തിക്സ് ഉള്ള എഞ്ചിനീയർമാരുണ്ടാവണം. അത് ഈ മോറൽ ഗ്രാഫും കൂടി നമ്മൾ കീപ്പ് ചെയ്യുമ്പോഴാണ്. ഈ മോറൽ ഗ്രാഫ് കീപ്പ് ചെയ്തില്ലെങ്കിണ്ടല്ലോ മോഡേൺ ലെവലിൽ ആൾ ഭയങ്കര പുലിയായിരിക്കും, പേരും ഭയങ്കര രസമായിരിക്കും, ദീനിയായ പേരൊക്കെ ആയിരിക്കും. 1% പോലും ദീനുണ്ടാവില്ല. കാരണം മോറലി അവൻ പറ്റ ഡൗണാണ്. മോഡേൺ ഓക്കെയാണ്. ഈ ഗ്രാഫിൻ്റെ ഒരു സംവിധാനം നിലനിൽക്കണമെങ്കിൽ നമ്മുടെ നാട്ടിലെ നമുക്കുള്ള ഏക വഴി ഈ മദ്രസകളിലേക്ക് മര്യാദയ്ക്ക് മക്കളെ പറഞ്ഞു വിടുക എന്നുള്ളതാണ്. അതിൻ്റെ സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. അള്ളാഹു നമുക്കതിനെ, ഈ നിഅമത്തിനെ വിലമതിക്കാൻ, വേണ്ടതുപോലെ തിരിച്ചറിയാൻ അള്ളാഹു നമുക്ക് നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സമയം 5 മിനിറ്റ് ലേറ്റ് ആയിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഇതൊരു ഡിസ്കഷനായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഗൗരവത്തോടെ ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. വാഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എൻ്റെ പേര് നൗഫൽ എന്നാണ്. ഞാൻ പഠിച്ചത് ഈ മദ്രസയിൽ തന്നെയാണ്, ജാമിഅത്തുൽ കൗസരിയയിൽ പഠിച്ചിറങ്ങിയതാണ്. ഇവരെല്ലാം നമ്മുടെ സുഹൃത്തുക്കളാണ്, ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവരാണ്. അല്പസമയം നിങ്ങളുമായി സംസാരിക്കാൻ കഴിഞ്ഞത് വലിയൊരു തൗഫീഖായി മനസ്സിലാക്കുന്നു. എന്നെ കൂടെ ക്ഷണിച്ചവർക്ക് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.